Graham's law of diffusion. The law states that at a constant temperature and pressure, the rate of diffusion of a gas is inversely proportional to the square root of density of the gas. Rate of diffusion, ഒരു ഗ്യാസിൻ്റെ സ്പീഡ്, അതാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അല്ലെങ്കിൽ വെലോസിറ്റി, ദ സ്പീഡ് ഓഫ് എ ഗ്യാസ് ഓർ വെലോസിറ്റി ഓഫ് എ ഗ്യാസ് എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. അതായത് ആർ ഈസ് ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഏത് ഗ്യാസിൻ്റെയും ഡെൻസിറ്റി കൂടി വരികയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറഞ്ഞു വരും. റേറ്റ് ഓഫ് ഡിഫ്യൂഷനും ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഈ ഡിഫ്യൂഷനും എഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയുമോ? ഡിഫ്യൂഷൻ, എഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ഓഫ് എ ഗ്യാസ് ഇൻ സ്പേസ്. ഈ സ്പേസിൽ ഒരു ഗ്യാസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതിന് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കാം. എഫ്യൂഷൻ എന്ന് പറഞ്ഞാലോ? എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ എസ്കേപ്പ് ഓഫ് എ ഗ്യാസ് ത്രൂ എ സ്മോൾ ഹോൾ, ഒറിഫൈസ്, എ നാരോ ഹോൾ, ചെറിയ ഹോളിൽ കൂടെ ഒരു ഗ്യാസ് എസ്കേപ്പ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ എഫ്യൂഷൻ എന്ന് വിളിക്കും. അതാണ് ഡിഫ്യൂഷനും എഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡിങ് ഇൻ സ്പേസ്. എഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാസ് ഒരു ഹോളിൽ കൂടെ എസ്കേപ്പ് ചെയ്യുന്നതിനാണ് എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. സോ ദ ഗ്രഹാംസ് ലോ, rate of diffusion of a gas is inversely proportional to square root of density of the gas. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ഗ്യാസ് കമ്പയർ ചെയ്യാൻ പോകുന്നു. ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R1, അതിൻ്റെ ഡെൻസിറ്റി D1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? R1 is directly proportional to 1 by root D1. R1 directly proportional to 1 by root D1. രണ്ടാമത്തെ ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R2, അതിൻ്റെ ഡെൻസിറ്റി D2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇക്വേഷൻ? R2 proportional to 1 by root D2. ഈ രണ്ട് ഇക്വേഷൻ വെച്ച് ഒരുമിച്ചാക്കാൻ പോകുന്നു, ഡിവൈഡ് ചെയ്ത്. സോ R1 by R2 is equal to root of D2 by D1. രണ്ട് ഗ്യാസിൻ്റെ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കമ്പയർ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണേ. R1 by R2 is equal to root of D2 by D1. നമുക്കറിയാം ദ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ്. ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റിയും ആ ഗ്യാസിൻ്റെ മോളിക്കുലർ മാസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ വേണേൽ ഡി എ മാറ്റിയിട്ട് എം എഴുതാം. അതായത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ദ ഗ്യാസ്. സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്കുലർ മാസ്. ഇപ്പോൾ രണ്ട് ഡെഫിനിഷൻ നമുക്ക് ഗ്രഹാംസിലേക്ക് പറയാൻ പറ്റും. ആദ്യം ഞാൻ പറഞ്ഞത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഇപ്പം ഞാൻ പറയുന്നത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ദ ഗ്യാസ്. നേരത്തെ പോലെ രണ്ട് ഗ്യാസിൻ്റെ കൂടെ കമ്പയർ ചെയ്യാം. സപ്പോസ് R1 is the rate of diffusion of a gas of molecular mass M1. R2 is the rate of diffusion of another gas of molecular mass M2. ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R1, അതിൻ്റെ മോളിക്കുലർ മാസ് M1. വേറൊരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R2, അതിൻ്റെ മോളിക്കുലർ മാസ് M2. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ എഴുതുകയാണെങ്കിൽ അവസാനം നമുക്ക് ഈ ഇക്വേഷനിലെത്തും R1 by R2 is equal to root of M2 by M1. R1 by R2 is equal to root of M2 by M1. നേരത്തെ പറഞ്ഞ ഇക്വേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ ഇക്വേഷനാണ്. കാര്യം മോളിക്കുലർ മാസ് ആകുമ്പോൾ നമുക്ക് അറിയാം ഏത് ഗ്യാസിൻ്റെയും മോളിക്കുലർ മാസ്. ഗ്യാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്കുലർ മാസ് അറിയാം. ഇപ്പോൾ രണ്ട് ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. രണ്ട് ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോ ഓഫ് ദ ഉദാഹരണം പറയാം. നമുക്ക് വി ഹാവ് ടു ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ.
ഈസ് ടു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ. നമുക്കിത് കണ്ടുപിടിക്കണം വെച്ചോ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജനും റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, മുകളിൽ ഏതാ വരേണ്ടത്, ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4. നോക്കേ, the rate of diffusion of hydrogen is equal to 4 times greater than the rate of diffusion of oxygen. Rate of diffusion of hydrogen is 4 times greater than the rate of diffusion of oxygen. ഹൈഡ്രജൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷനേക്കാൾ 4 ഇരട്ടി കൂടുതൽ. അതായത് ഒരു ഹോളിൽ കൂടെ ഹൈഡ്രജൻ ഗ്യാസ് ഓക്സിജൻ ഗ്യാസും കൂടെ എസ്കേപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്സിജൻ ഗ്യാസ് 1 മീറ്റർ പോകുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് 4 മീറ്റർ പോകും. ഓക്സിജൻ ഗ്യാസ് 1 മീറ്റർ പോയാൽ ഹൈഡ്രജൻ ഗ്യാസ് 4 മീറ്റർ, ഹൈഡ്രജൻ ഗ്യാസിൻ്റെ മോളിക്കൂൾ 4 മീറ്റർ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് ടു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ. ഹൈഡ്രജൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, ഓക്സിജൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ ആൻസർ 4:1 എന്നാണ്. 4:1. ഇതുപോലെ ഏത് 2 ഗ്യാസിൻ്റെയും റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കണ്ടുപിടിക്കാം. 2 ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ വി മേ യൂസ് ദിസ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, ഓർത്ത് വെച്ചേക്കണേ. ദെൻ നൗ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വോളിയം ഡിഫ്യൂസ്ഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഒരു ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുന്ന വോളിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ഇങ്ങനത്തെ ഇക്വേഷൻ ഉണ്ട്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു the volume of the gas diffused divided by time taken. Rate of diffusion of a gas is equal to the volume of the gas diffused by time taken. ഇത്ര സമയത്ത് ഇത്ര ഗ്യാസ് ഡിഫ്യൂസ് ചെയ്തു. ഞാൻ 2 ഗ്യാസിൻ്റെ ഇതേപോലെ എടുക്കാൻ പോകുന്നത്. R1 റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ്, അതിൻ്റെ വോളിയം V1, അതിൻ്റെ ടൈം T1. ഇതേപോലെ രണ്ടാമത്തെ ഗ്യാസ് T2 എന്ന സമയത്തിൽ V2 വോളിയം ഡിഫ്യൂസ് ചെയ്യുന്നു. T2 എന്ന് പറയുന്ന സമയത്ത് V2 എന്നൊരു വോളിയം ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എങ്ങനെ എഴുതാം? R2 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ T2. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താണ്? R1/R2 ഈസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R2 ഈസ് ഈക്വൽ ടു V1/T1 ഇൻറ്റു ഡിവൈഡ് ചെയ്യുമ്പോൾ തിരിച്ചെഴുതാം T2 ഡിവൈഡഡ് ബൈ V2. ഈ ഇക്വേഷൻ R1/R2 ഈസ് ഈക്വൽ ടു V1/T1 ഇൻറ്റു T2/V2 എന്നുള്ള ഇക്വേഷൻ, ആ മോളിക്കുലർ മാസിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലേ, അതും കൂടി ഒരുമിച്ചാക്കാൻ പോകുന്നത്. അതായത് V1/T1 ഇൻറ്റു T2/V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2/M1. എൻട്രൻസിന് ഒരുപാട് തവണ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വോളിയം ഡിഫ്യൂസ് ചെയ്യുന്ന എത്ര വോളിയം ഡിഫ്യൂസ് ചെയ്യുമെന്ന് ചോദിക്കും, എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കാം, മോളിക്കുലർ മാസ് അൺനോൺ ഗ്യാസിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഒരു ചെറിയ ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ, ഒരു 100 ml ഹൈഡ്രജൻ ഡിഫ്യൂസസ് ഇൻ 60 സെക്കൻഡ്, ഒരു 60 സെക്കൻഡിൽ ഡിഫ്യൂസ് ചെയ്യുന്നു. 60 സെക്കൻഡ്, ഒരു 60 സെക്കൻഡിൽ 100 ml ഹൈഡ്രജൻ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു വെച്ചോ. അങ്ങനെയാണെങ്കിൽ ദ വോളിയം ഓഫ് ഓക്സിജൻ ഡിഫ്യൂസ്ഡ്, എന്തുമാത്രം വോളിയം ഡിഫ്യൂസ് ചെയ്യും ഇൻ ദ സെയിം ടൈം, അതേ സമയത്ത് എത്ര വോളിയം ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യും? ഇതാണ് ചോദ്യം. 100 ml ഹൈഡ്രജൻ 60 സെക്കൻഡ് കൊണ്ട് ഡിഫ്യൂസ് ചെയ്യുന്നെങ്കിൽ അതേ സമയത്ത് എത്ര വോളിയം ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യും? നോക്കാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് V1 എന്ന് പറയുന്ന ഹൈഡ്രജൻ, 2 എന്ന് പറയുന്നത് ഓക്സിജൻ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ V1 എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ
60 ഇൻറ്റു ഓക്സിജൻ്റെ T2 60 ആണ്, 60 ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്സിജൻ്റെ വോളിയം VO2 കൊടുത്ത് വോളിയം ഓഫ് ഓക്സിജൻ ഡിഫ്യൂസ്ഡ് അതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ. ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32, ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് 2, 32 ഡിവൈഡഡ് ബൈ 2, 32 by 2, 32 ഡിവൈഡ് ബൈ 2. അതിൻ്റെ ആൻസർ 4 ആണെന്നറിയാമല്ലോ. 16 ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ VO2 വോളിയം ഓഫ് ഓക്സിജൻ ഡിഫ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു 4, അല്ലെ വോളിയം ഓഫ് ഓക്സിജൻ ഡിഫ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 25 ml. ഓക്കെ, ഒരു ഗ്യാസിൻ്റെ ഡിഫ്യൂസ് ചെയ്യുന്ന വോളിയം അറിയാമെങ്കിൽ അതേ സമയത്ത് വേറൊരു ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുന്ന വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഹൈഡ്രജൻ 100 ml ഡിഫ്യൂസ് ചെയ്യാൻ അതിനേക്കാൾ മോളിക്കുലർ മാസ് കൂടിയ ഒരു ഗ്യാസ് അത്രയും വോളിയം ഡിഫ്യൂസ് ചെയ്യത്തില്ല. 100 ml ഹൈഡ്രജൻ ഡിഫ്യൂസ് ചെയ്യുന്ന അതേ സമയത്ത് ഓക്സിജൻ മോളിക്കുലർ മാസ് 32 ആണ്, 32, 25 ml ഡിഫ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കണ്ട, ഇവിടെ ഞാൻ വോളിയം ഡിഫ്യൂസ്ഡ് കണ്ടു. ഇതേപോലെ തന്നെ ടൈം ടേക്കൺ എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കാം. അത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ, ടൈമും വോളിയവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്യാസിൻ്റെ മോളിക്കുലർ മാസ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രഷറിന് പ്രൊപ്പോർഷനലാണ്. പ്രഷർ കൂടുതലാണെങ്കിലേ കൂടുതൽ ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യും. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ. ഈ ഇക്വേഷനും ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളിക്കുലർ മാസ്, ഈ രണ്ടും കൂടെ ഒരുമിച്ചാക്കാൻ പോകുന്നത്. ഈ രണ്ട് ഇക്വേഷനും കൂടെ, ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R1, അതിൻ്റെ പ്രഷർ P1, അതേ ഗ്യാസിൻ്റെ മോളിക്കുലർ മാസ് M1. അടുത്ത ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R2, അതിൻ്റെ പ്രഷർ P2, അതിൻ്റെ മോളിക്കുലർ മാസ് M2. ഈ രണ്ട് ഇക്വേഷൻ ഇത് തന്നെ ഒറ്റ ഇക്വേഷനായിട്ട് ഒരുമിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R പ്രൊപ്പോർഷണൽ ടു P ഡിവൈഡഡ് ബൈ റൂട്ട് M. രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് ഇനിയിപ്പോൾ രണ്ട് ഗ്യാസിൻ്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ R1 ബൈ R2 ഈസ് ഈക്വൽ ടു P1 ബൈ P2 ഇൻറ്റു റൂട്ട് ഓഫ് M2 ബൈ M1. മോളിക്കുലർ മാസ് താഴെ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് തിരിഞ്ഞു വരും. സോ R1 ബൈ R2 ഈസ് ഈക്വൽ ടു P1 ബൈ P2 ഇൻറ്റു റൂട്ട് ഓഫ് M2 ബൈ M1. ഈ ഇക്വേഷൻ സാധാരണ ഒരു 4 ചോയ്സ് ആയിട്ട് തരണമെങ്കിൽ P1 ബൈ P2 ഇൻറ്റു റൂട്ട് ഓഫ് M1 ബൈ M2, P2 ബൈ P1 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് M1 ബൈ M, ഇങ്ങനെ പല ചോയ്സ് ആയിട്ട് തരികയാണെങ്കിൽ ഇതാണ് കറക്റ്റ് ആൻസർ. R1 ബൈ R2 ഈസ് ഈക്വൽ ടു P1 ബൈ P2. P1 പ്രഷറിന് റൂട്ടില്ല, മോളിക്കുലർ മാസിന് മാത്രമേ റൂട്ടുള്ളൂ. മോളിക്കുലർ മാസ് M2 ബൈ M1 ആണ്. ഇതേപോലെ തന്നെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ്. എത്ര മോൾസ് ഡിഫ്യൂസ് ചെയ്യുന്നത് അതും അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷനലാണ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുതലാണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഡിഫ്യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. ഇതേപോലെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. പ്രഷറിന് പകരം എന്താകണം? നമ്പർ ഓഫ് മോൾസ് ആകണം. അതായത് R1 ബൈ R2 ഈസ് ഈക്വൽ ടു N1 ബൈ N2 ഇൻറ്റു റൂട്ട് ഓഫ് M2 ബൈ M1. R1 ബൈ R2 ഈസ് ഈക്വൽ ടു N1 ബൈ N2 ഇൻറ്റു റൂട്ട് ഓഫ് M2 ബൈ M1. അപ്പോൾ ഏതെല്ലാം ഇക്വേഷൻസ് പറഞ്ഞൂടെ ആലോചിച്ച് നോക്കെ. ആദ്യം ഡെൻസിറ്റി ഉപയോഗിച്ച് പറഞ്ഞ് R1 ബൈ R2 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് D2 ബൈ D1. പിന്നെ മോളിക്കുലർ മാസ് ഉപയോഗിച്ച് പറഞ്ഞ് R1 ബൈ R2 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് M2 ബൈ M1. പിന്നെ വോളിയം ഡിഫ്യൂസ്ഡായിട്ട് ചേർത്ത് പറഞ്ഞ്, അതായത് V1 ബൈ T1 ഇൻറ്റു T2 ബൈ V2 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് M2 ബൈ M1. ഇപ്പോൾ പറഞ്ഞത് R1 ബൈ R2 ഈസ് ഈക്വൽ ടു N1 ബൈ N2 ഇൻറ്റു റൂട്ട് ഓഫ് M2 ബൈ M1. ഡെൻസിറ്റിയേക്കാൾ ഇമ്പോർട്ടൻസ് കൂടുതൽ മോളിക്കുലർ മാസിനാണ്.
കാര്യം ഡെൻസിറ്റി ആകുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അത് രണ്ടിൻ്റെ ഡെൻസിറ്റി പറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനേക്കാൾ എളുപ്പമാണ് മോളിക്കുലർ മാസ്. ഗ്യാസ് ഏതാന്ന് പറഞ്ഞാൽ മതി നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 3-4 കാര്യങ്ങൾ ഓർക്കുക. ആസ് ദ മോളിക്കുലർ മാസ് ഇൻക്രീസസ്, ആസ് ദ മോളിക്കുലർ മാസ് ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡിക്രീസസ്. മോളിക്കുലർ മാസ് കൂടിക്കൂടി വരികയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറഞ്ഞു വരും. ഉദാഹരണത്തിന് 4 ഗ്യാസ് പറയുന്നത്: ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, 4 ഗ്യാസ്. ഇതിന് അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതാണ് കൂടുതൽ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ഓർഡറിലോ കൂടി വരുന്ന ഓർഡറിലോ ഏതെങ്കിലും ഓർഡറിൽ ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? അതിൻ്റെ മോളിക്കുലർ മാസ്. ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് 2, ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32, നൈട്രജൻ്റെ മോളിക്കുലർ മാസ് 28, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44. അപ്പോൾ ഈ 4 ഗ്യാസിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഏറ്റവും കുറവ് ഏത് ഗ്യാസിനായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിന്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഏറ്റവും കുറവ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് കഴിഞ്ഞാൽ ഓക്സിജൻ, അത് കഴിഞ്ഞാൽ നൈട്രജൻ, അത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ. കണ്ട, മോളിക്കുലർ മാസ് അറിയാവുന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് ആ ഇൻക്രീസിങ് ഓർഡറിൽ പറയാൻ പറ്റും. ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലോ നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ പറയാൻ പറ്റും. അപ്പോൾ ആസ് ദ മോളിക്കുലർ മാസ് ഇൻക്രീസസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡിക്രീസസ്. ഇതേപോലെ തന്നെ ആസ് ദ ഡെൻസിറ്റി ഇൻക്രീസസ് ദെൻ ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡിക്രീസസ്. ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി കൂടി വരികയാണെങ്കിലും അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറഞ്ഞു വരും. ഓക്കെ. ആസ് ദ പ്രഷർ ഇൻക്രീസസ്, പ്രഷർ കൂടി വരികയാണെങ്കിൽ ആസ് ദ പ്രഷർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസസ്. പ്രഷർ കൂടി വരികയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടി വരും. ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് ഡിഫ്യൂസ്ഡ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസസ്. ഒരു ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. അപ്പോൾ മോളിക്കുലർ മാസും ഡെൻസിറ്റിയും വരുമ്പോൾ അത് കൂടി വരുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കുറഞ്ഞു വരും. അതേസമയം പ്രഷർ കൂടി വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ വോളിയം കൂടി വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫ്യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൂടി വരികയാണെങ്കിലോ അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടി വരും. മനസ്സിലായല്ലോ? ഇതാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ. നൗ വിൽ ഗോ ടു ദി നെക്സ്റ്റ് ടോപ്പിക്: deviations of real gases from ideal gas behavior. Deviations of real gases from ideal gas behavior. എന്താണ് ഐഡിയൽ ഗ്യാസ്? An ideal gas is a gas which obey the gas laws at all temperature and pressure. എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചോൾസ് ലോ, അവോഗാഡ്രോസ് ലോ, ഗേലുസാക്സ് ലോ, ഈ ഗ്യാസ് ലോസ് എല്ലാം ഒബേ ചെയ്യുകയാണെങ്കിൽ ആ ഗ്യാസിന് പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. ദ ഗ്യാസസ് വിച്ച് ഒബേ ദ ഗ്യാസ് ലോസ് ആൻഡ് ഗ്യാസ് ഇക്വേഷൻ വേണമെങ്കിൽ പി വി ഇസിക്കൽ ടു എൻആർടി എന്ന് പറഞ്ഞാൽ ഈ ലോ ഇന്ന് ഡിറൈവ് ചെയ്താണല്ലോ, ആൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്നും പറയാം. അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കാൾഡ് ഐഡിയൽ ഗ്യാസസ്. The real gases do not obey the gas laws and gas equation. Real gases do not obey the gas laws and gas equation. റിയൽ നമുക്ക് റിയലായിട്ട് കിട്ടുന്ന ഗ്യാസ് നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചർ ചെയ്തോ അല്ലെ ഉണ്ടാക്കിയെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, നൈട്രജൻ ഗ്യാസ്, ഇതുപോലെ റിയലായിട്ട് നമുക്ക് കിട്ടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഈ ഗ്യാസ് ലോസിനെയോ ഗ്യാസ് ഇക്വേഷനെയോ ഒരിക്കലും ഒബേ ചെയ്യാറില്ല. ആൻഡ് ദ റിയൽ ഗ്യാസസ് ഷോസ് ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഐഡിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയറിൽ നിന്ന് അത് ഡീവിയേഷൻ കാണിക്കുന്നു. ഉദാഹരണത്തിന് ബോയിൽസിലായിട്ട് ഗ്രാഫ് നമ്മൾ വരച്ചായിരുന്നല്ലോ. ബോയിൽസിലായിട്ട് ഗ്രാഫ്, സപ്പോസ് ദ വോളിയം ഈസ് ടേക്കൺ along the x axis and the pressure is taken along the y axis. വോളിയവും പ്രഷറും ബോയിൽസിൽ വോളിയവും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല. ഞാനിപ്പോൾ പിയും വിയും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. നമുക്ക് ആ ഗ്രാഫ് വരച്ചതായിരുന്നു. ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. വി വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. പ്രഷർ കൂടി വരുന്നതനുസരിച്ച്
വോളിയം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരെന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഐസോതേർമ്. എ ഗ്രാഫ് പ്ലോട്ട് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് കാൾഡ് ഐസോതേർമ്. അപ്പോൾ ഇത് ബോയിൽസ് ലൈൻ ഇട്ട് ഐസോതേർമ്. ഇത് നമ്മൾ വരച്ചേക്കുന്ന ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫാണ്. സപ്പോസ് ദിസ് ഗ്രാഫ് ഇസ് ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് അതായത് നമ്മൾ തിയററ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രാഫ് വരച്ചതാണ്. തിയററ്റിക്കലായിട്ട് പ്രഷർ കൂടി വരാണെങ്കിൽ വോളിയം എന്ത് മാത്രം കുറയുമെന്ന് തിയററ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരച്ചു. ഇതേ ഗ്രാഫ് തന്നെ എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചിട്ട് ഗ്രാഫ് വരച്ചപ്പം ഈ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്തില്ല. ഈ ലൈനിൻ്റെ പുറത്തോട്ട് വന്ന് എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ ഇതേ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് റിയൽ ഗ്യാസ്. ഇത് എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. എക്സ്പെരിമെൻ്റൽ വാല്യൂ. മറ്റേത് തിയററ്റിക്കൽ വാല്യൂ. നോക്കേ, ഡീവിയേഷൻ കാണിച്ചുണ്ട് ബോയിൽസ് ലൈൻ നമ്മുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അപ്പോൾ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിൽ നിന്ന് ഡീവിയേഷൻസ് കാണിക്കും. ദ റിയൽ ഗ്യാസസ് ഷോസ് ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാമല്ലോ. വി നോ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഇസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓരോന്ന് പറഞ്ഞ ടേംസ് എന്താണ്? പി എന്താണ്? പ്രഷർ. വി വോളിയം. എൻ നമ്പർ ഓഫ് മോൾസ്. ടി ടെമ്പറേച്ചർ ഇൻ ദ കെൽവിൻ സ്കെയിൽ. ആർ ഈസ് എ കോൺസ്റ്റന്റ് കാൾഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇത് ഞാൻ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ടി. പി വി ബൈ എൻ ആർ ടി എത്ര ആയിരിക്കും ആൻസർ? 1. ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. പി വി ബൈ എൻ ആർ ടി. പി വി ബൈ എൻ ആർ ടി ഈസ് കാൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അതിനൊരു പേരുണ്ട്, കംപ്രസിബിലിറ്റി ഫാക്ടർ. പി വി ബൈ എൻ ആർ ടി ഈസ് കാൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ. പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ടി ഈസ് കാൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ ആൻഡ് റെപ്രസെന്റ് ബൈ ദ സിംബൽ ഇസഡ്. പി വി ബൈ എൻ ആർ ടി എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കും. അതിനോട് സിമ്പിൾ ഇസഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിന് ഇസഡ് എന്ന് എഴുതാം. സോ പി വി ബൈ എൻ ആർ ടി ഈസ് ഈക്വൽ ടു ഇസഡ്, കംപ്രസിബിലിറ്റി ഫാക്ടർ. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ഫോർ ഐഡിയൽ ഗ്യാസ്. കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. ഈ കംപ്രസിബിലിറ്റി ഫാക്ടറിനെ വൈ ആക്സിസിൽ കൂടെയും പ്രഷറിനെ എക്സ് ആക്സിൽ കൂടെ എടുത്താൽ ഗ്രാഫ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലേ? ഞാൻ മായ്ക്കാൻ പോവുകയാണ്. പി വി ഈക്വൽ ടു എൻ ആർ ടി ഈസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി ഡിവൈഡ് ബൈ എൻ ആർ ടി ഈസ് ഈക്വൽ ടു 1. പി വി ഡിവൈഡ് ബൈ എൻ ആർ ടി ഈസ് കാൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ റെപ്രസെൻറ്റഡ് ബൈ ദ സിംബൽ ഇസഡ്. ആൻഡ് ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഐഡിയൽ ഗ്യാസിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഫോർ an ഐഡിയൽ ഗ്യാസ് ദ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഓർത്ത് വെച്ചേക്കണേ, മറക്കല്ലേ. ഞാനൊരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബൈ ടേക്കിംഗ് പ്രഷർ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ദ കംപ്രസിബിലിറ്റി ഫാക്ടർ, അതായത് പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ടി. പി വി ബൈ എൻ ആർ ടി. പി വി ബൈ എൻ ആർ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇസഡ് എന്ന് എഴുതിയാലും മതിയായിരുന്നു. വൈ ആക്സിസ് കൂടി ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. പി വി ബൈ എൻ ആർ ടി അലോങ് ദ വൈ ആക്സിസ് ആൻഡ് ദ പ്രഷർ അലോങ് ദ എക്സ് ആക്സിസ്. പ്രഷർ കൂടി പോകുന്നു. ഞാൻ പി വി ഡിവൈഡ് ബൈ എൻ ആർ ടി കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കുന്ന പി വി ഡിവൈഡ് ബൈ എൻ ആർ ടിയുടെ എല്ലാ ആൻസർ എന്തായിരിക്കും? 1. നമ്മൾ നേരത്തെ കണ്ടാണല്ലോ പി വി ഡിവൈഡ് ബൈ എൻ ആർ ടി ഈക്വൽ ടു 1 എന്ന് കണ്ടില്ലേ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ. അപ്പോൾ എത്ര പ്രാവശ്യം എത്ര പ്രഷർ കൂടി പോയാലും ഈ കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഗ്രാഫ് കിട്ടും? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ആ ഗ്രാഫിൽ ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഏത് ഗ്യാസ്? ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ്. എക്സ്പെരിമെൻ്റലായിട്ട് കിട്ടിയത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത്
ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത് ഇതേ ഗ്രാഫ് വരച്ച് നോക്കി. ഇതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് വരയ്ക്കുന്നത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചർ എഴുതാം, ഏത് ടെമ്പറേച്ചർ എഴുതിയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഞാൻ 0 എഴുതാൻ പോകുന്നത്. 0 എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ. 273 കെൽവിൻ എടുത്താണ് ഗ്രാഫ് വരച്ച് ഒരു സെയിം ടെമ്പറേച്ചറിൽ എല്ലാ ഗ്യാസിനും കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരേ ടെമ്പറേച്ചറിൽ ഞാൻ ഗ്രാഫ് വരച്ച്. ഹൈഡ്രജൻ ഗ്യാസിന് ഈ ഗ്രാഫ് വരച്ച് നോക്കി. ഗ്രാഫ് എങ്ങനെ ഇരുന്നറിയോ? ഇങ്ങനെ പോയി ഹൈഡ്രജൻ്റെ ഗ്രാഫ്. എങ്ങനെ? ദ കംപ്രസിബിലിറ്റി ഫാക്ടർ കണ്ടിന്യൂവസ്ലി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടി പോകുന്നതനുസരിച്ച് അതിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇങ്ങനെ കൂടി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹീലിയത്തിന് വരച്ച് നോക്കി. ഹീലിയം ഗ്യാസ് അതിന് ഇതുപോലെ തന്നെ ഗ്രാഫ് കിട്ടിയത്. ഇങ്ങനെ പോകുന്നു ഹീലിയം ഗ്യാസ്. ദ കംപ്രസിബിലിറ്റി ഫാക്ടർ കണ്ടിന്യൂവസ്ലി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് എൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇങ്ങനെ കൂടി വരുന്നു. കാർബൺ മോണോക്സൈഡിന് വരച്ച് നോക്കി. കാർബൺ മോണോക്സൈഡ് ഗ്യാസിന് വരച്ച് നോക്കി. വരച്ചപ്പോഴോ പക്ഷെ അതിൻ്റെ പ്രത്യേകത ഇങ്ങനെയല്ലായിരുന്നു. അതിങ്ങനെ കൂടിയിട്ട് പിന്നെ കുറഞ്ഞിട്ട് പിന്നെ കൂടി വരുന്നു. ആദ്യം കുറയുന്നു പിന്നെ കൂടി വരുന്നു കാർബൺ മോണോക്സൈഡിന്. ഹൈഡ്രജനും ഹീലിയം ഒഴിച്ച് ബാക്കി ഏത് ഗ്യാസിന് ഈ ഗ്രാഫ് വരച്ചാലും ആദ്യം കുറയും പിന്നെ കൂടി വരും. മീഥേന് ഓക്കെ. ഹൈഡ്രജനും ഹീലിയത്തിനും ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ദ കംപ്രസിബിലിറ്റി ഫാക്ടർ കണ്ടിന്യൂവസ്ലി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് കൂടി വരുന്നു. ഫോർ ഓൾ അതർ ഗ്യാസസ് ബാക്കി എല്ലാ ഗ്യാസിനും ആസ് ദ പ്രഷർ ഇൻക്രീസസ് കംപ്രസിബിലിറ്റി ഫാക്ടർ ഫസ്റ്റ് ഡിക്രീസസ്. ആദ്യം കുറഞ്ഞു വരും. റീച്ചസ് എ മിനിമം ദെൻ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് കൂടി വരും. ദീസ് ആർ ദി ഡീവിയേഷൻസ് ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഇതാണ് വ്യത്യാസം. റിയൽ ഗ്യാസസിൻ്റെ കേസിൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് എന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ബാക്കിയെല്ലാം റിയൽ ഗ്യാസ്. അതിനൊക്കെ വേരിയേഷൻ കാണിക്കുന്നു. ഈ ഗ്രാഫിൽ ഐഡിയൽ ഗ്യാസിൽ സ്ട്രെയിറ്റ് ലൈൻ മുമ്പ് Z=1 ആണ്. അതിന് താഴെയാണെങ്കിലോ Z ഈസ് ലെസ് ദാൻ 1. അതിന് മുകളിലാണെങ്കിലോ Z ഈസ് ഗ്രേറ്റർ ദാൻ 1. Z is less than 1, Z is greater than 1. So these are the deviations of real gases from ideal gas behavior. ഞാൻ ഇതേ ഗ്രാഫ് ഇപ്പോൾ ഗ്രാഫ് വരച്ച് എങ്ങനെയാണ്? ഒരു ടെമ്പറേച്ചറിൽ പല ഗ്യാസിന് ഗ്രാഫ് വരച്ച് 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ അതേ ടെമ്പറേച്ചറിൽ ഹൈഡ്രജന് വരച്ചു, ഹീലിയത്തിന് വരച്ചു, കാർബൺ മോണോക്സൈഡിന് വരച്ചു, മീഥേന് വരച്ചു, നൈട്രജന് വേണമെങ്കിൽ വരയ്ക്കാം. ഹൈഡ്രജൻ ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാസിൻ്റെയും ആദ്യം കുറഞ്ഞിട്ട് പിന്നെ കൂടി പോകും. അതേസമയം ഞാൻ ഇനി വേറെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. ഒരു ഗ്യാസിൻ്റെ തന്നെ പല ടെമ്പറേച്ചറിൽ വരയ്ക്കാൻ പോകുന്നു. ഒരു ഗ്യാസിൻ്റെ തന്നെ പല ടെമ്പറേച്ചറിൽ വരയ്ക്കാൻ പോകുന്നു. നോക്കേ, പ്രഷറിനെ X ആക്സിൽ കൂടെ എടുക്കുന്നു, കംപ്രസിബിലിറ്റി ഫാക്ടറിനെ Y ആക്സിൽ കൂടെ എടുക്കുന്നു. കംപ്രസിബിലിറ്റി ഫാക്ടറിന് Z ആണ്. Z ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ NRT. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. അവിടെ Z ഈക്വൽ ടു 1 ആണ്. ഐഡിയൽ ഗ്യാസ് IG എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് കേട്ടോ. IG മീൻസ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസിന് പല ടെമ്പറേച്ചറിൽ വരയ്ക്കാൻ പോകുന്നു. നൈട്രജൻ ഗ്യാസിന് പല ടെമ്പറേച്ചറിൽ ആദ്യം വെരി ലോ ടെമ്പറേച്ചർ, വളരെ ലോ ടെമ്പറേച്ചറിൽ ഒരു -200 ഡിഗ്രി സെൽഷ്യസിലോ -200 കെൽവിനിലോ വളരെ ലോ ടെമ്പറേച്ചറിൽ ഞാൻ വരയ്ക്കാൻ പോകുന്നു. വരയ്ക്കുമ്പോൾ ഗ്രാഫ് എങ്ങനെ കിട്ടിയെന്ന് അറിയാവോ? ഇങ്ങനെ വന്നു. യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഈ രീതി ഒരു ഗ്രാഫ് കിട്ടി. വളരെ ലോ ടെമ്പറേച്ചർ, വെരി ലോ ടെമ്പറേച്ചർ. കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂട്ടി ഗ്രാഫ് വരയ്ക്കുന്നത്. നൈട്രജൻ ഗ്യാസിന് തന്നെ കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഗ്രാഫ് വരയ്ക്കും. വേറൊരു ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. നോക്കിയ വ്യത്യാസം കണ്ട? വീണ്ടും ഞാൻ ടെമ്പറേച്ചർ കുറച്ചുകൂടി കൂട്ടി ഗ്രാഫ് വരയ്ക്കുന്നത്. ടെമ്പറേച്ചർ കൂട്ടി ഗ്രാഫ് വരച്ച് നോക്കിയതാണ്. വീണ്ടും ടെമ്പറേച്ചർ കൂട്ടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ
ആ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു. എന്താ നിങ്ങൾ കാണുന്ന വ്യത്യാസം എന്താണ്? ടെമ്പറേച്ചർ വളരെ കുറവായിരുന്നപ്പോൾ ഡീവിയേഷൻ വളരെ കൂടുതലാണ്. നോക്കി, ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒത്തിരി ഡിപ്പും വരുന്നു, ഒത്തിരി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കൂടിക്കൂടി പോകുന്നു. ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്നതനുസരിച്ച് അത് ഏകദേശം സ്ട്രെയിറ്റ് ലൈനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡീവിയേഷൻസ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്നതനുസരിച്ച് ആ ഡീവിയേഷൻ കുറഞ്ഞു വരുന്നു. ഫൈനലി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇറ്റ് ബിക്കംസ് ഓർ ബിഹേവ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇറ്റ് ബിഹേവ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻ ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യും. ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കാൾഡ് ബോയിൽ ടെമ്പറേച്ചർ. ബോയിൽ ടെമ്പറേച്ചർ സ്പെല്ലിംഗ് നോക്കിക്കോണേ. ബോയിലിൻ്റെ BOYLE ബോയിൽ. BOIL ബോയിൽ അല്ല, അത് ബോയിൽ ടെമ്പറേച്ചർ അല്ലെ. ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത് വേറെയാണ്, ഒരു ലിക്വിഡ് തിളയ്ക്കുന്ന ടെമ്പറേച്ചർ, അത് ബോയിലിൻ്റെ ടെമ്പറേച്ചർ. ഇവിടെ സ്പെല്ലിങ് BOYLE ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ്. ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയും, ബോയിൽ പോയിന്റ് എന്നും പറയും. ഓക്കെ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ റിയൽ ഗ്യാസ് ബിക്കംസ് ഐഡിയൽ ഗ്യാസ് over a range of pressure is called Boyle temperature or Boyle point. The temperature at which a real gas becomes ideal gas. മറന്നുപോയില്ലേ? The temperature at which a real gas becomes ideal gas over a range of pressure is called Boyle temperature or Boyle point. Boyle temperature, at the Boyle temperature Z is equal to 1. And below the Boyle temperature Z is less than 1, and above the Boyle temperature Z is greater than 1. Okay, Boyle temperature എത്തുമ്പോൾ Z is equal to 1. That means deviation ഇല്ലാതായി, ഐഡിയൽ ഗ്യാസ് ആയി മാറി. അതിന് താഴെയാണെങ്കിൽ Z is less than 1, അതിന് മുകളിലാണെങ്കിൽ Z is greater than 1. ഈ Z is less than 1 വരുന്ന സമയത്ത് ഇത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ their repulsion. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഹൈ. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാകുമ്പോഴാണ് ആ ഗ്യാസിന്റെ Z ലെസ് ദാൻ ആവുന്നത്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറയുമ്പോൾ Z ഈസ് ഗ്രേറ്റർ ദാൻ 1. അകന്നകന്ന് പോകും, Z ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇവിടെ ഇതുകൂടെ പറഞ്ഞു നോക്കേ. Z is equal to 1 ആകുമ്പോൾ നോ ഡീവിയേഷൻ, Z is less than 1 ആകുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ, ആൻഡ് Z is less than 1 ആകുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ എന്നും നെഗറ്റീവ് ഡീവിയേഷൻ എന്നും വിളിക്കാം. നൗ നമുക്ക് ഈ കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ല. PV ഡിവൈഡഡ് ബൈ NRT ഈസ് കാൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ ഈ വോളിയുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. രണ്ട് വോളിയുമായിട്ടുള്ളത്, അതായത് PV ഈസ് ഈക്വൽ ടു NRT. PV ഈസ് ഈക്വൽ ടു NRT. റിയൽ ഗ്യാസ് ആണെന്ന് വെച്ചോ, റിയൽ ഗ്യാസ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് PV ഈസ് ഈക്വൽ ടു NRT. V റിയൽ ഗ്യാസിൻ്റെ വോളിയം ഈസ് ഈക്വൽ ടു NRT divided by P. NRT divided by P. ഇതേപോലെ ഞാൻ ഐഡിയൽ ഗ്യാസിൻ്റെ എഴുതുന്നു. PV ഈസ് ഈക്വൽ ടു NRT. PV ഡിവൈഡഡ് ബൈ NRT. ഇതിനകത്ത് നിന്ന് ഈ ഇക്വേഷൻ വേണ്ട, പകരം ഇത് വേണ്ട, പകരം ഞാൻ PV റിയൽ ഡിവൈഡഡ് ബൈ NRT ഈസ് ഈക്വൽ ടു Z എന്ന് എഴുതുന്നു. Z കംപ്രസിബിലിറ്റി ഫാക്ടർ എഴുതി. ഇത് ഐഡിയൽ ഗ്യാസിൻ്റെയാണ്. ഐഡിയൽ ഗ്യാസിൻ്റെ PV ഈസ് ഈക്വൽ ടു NRT. ഇതിനകത്ത്
V ideal is equal to nRT divided by V ideal is equal to nRT divided by P. ഈ ഇക്വേഷനിൽ nRT ഡിവൈഡ് ബൈ പിക്ക് പകരം ഞാൻ അത് കൊടുക്കാൻ പോകുന്നു. ഈ ഇക്വേഷൻ ഞാൻ ഇങ്ങനെ കൂടെ എഴുതാൻ പോകുന്നു വേണമെങ്കിൽ V റിയൽ ഡിവൈഡഡ് ബൈ nRT ഡിവൈഡഡ് ബൈ പി എന്ന് എഴുതുന്നു. ഈസ് ഈക്വൽ ടു ഇസെറ്റ് എഴുതാവില്ലേ? പി എങ്ങ് താഴോട്ടാക്കി എഴുതി. വി റിയൽ ഡിവൈഡ് ബൈ nRT ബൈ പി ഈസ് ഈക്വൽ ടു ഇസെറ്റ്. ഈ nRT ബൈ പിക്ക് വരെ ഞാൻ ഇത് കൊടുക്കുന്നു. nRT ബൈ പിക്ക് വരെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇസെറ്റ് ഈസ് ഈക്വൽ ടു വി റിയൽ ഡിവൈഡഡ് ബൈ വി ഐഡിയൽ. nRT is equal to real divided by ideal. അതായത് the compressibility factor is the ratio of the molar volume of a real gas അല്ലെങ്കിൽ actual molar volume to the molar volume of a gas if it is an ideal gas. ഇങ്ങോട്ട് നോക്കേ, റേഷ്യോ മുകളിലും താഴെയുകൊണ്ട് റേഷ്യോ എന്ന് പറയാം. റേഷ്യോ ഓഫ് ആക്ച്വൽ മോളാർ വോളിയം ഓഫ് എ ഗ്യാസ്. V is the molar volume, actual molar volume of a gas. 2. എപ്പോഴും റേഷ്യോ വരുമ്പോൾ 2 എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. 2. The molar volume of the gas if it is an ideal gas. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണേ. R is equal to V real divided by V ideal. 1-2 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. V real by ideal എന്ന് എഴുതും, V ideal by real എന്ന് എഴുതും, V real into ideal എന്ന് എഴുതും. ഇങ്ങനെ പല ചോയ്സ് ആയിട്ട് തരുമ്പോൾ ആൻസർ Z is equal to V real divided by V ideal. Okay, now we'll go to the next slide. Causes of deviations. ഡീവിയേഷൻ്റെ കാരണങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ഗ്യാസ് ഡീവിയേഷൻ കാണിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഡീവിയേഷൻ കണ്ടു. റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിന് ഡീവിയേഷൻസ് കാണിക്കുന്നു. ഇനി എന്താണ് കാരണം? ദ ഡീവിയേഷൻസ് ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഈസ് ഡ്യൂ ടു, കാരണം പറയാം, two wrong assumptions made in kinetic theory of gases. ഈ ഡീവിയേഷൻസിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെ 2 തെറ്റായ അനുമാനങ്ങളാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ കുറേ പോയിന്റ്സ് ആണ്, ഓർമ്മയുണ്ടോ? ഗ്യാസ് മോളിക്യൂൾസ് ആർ ടൈനി സ്പെറിക്കൽ പാർട്ടിക്കിൾസ്, ദേ ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ, ദേ കൊളൈഡ്, ഇങ്ങനെ പറഞ്ഞ കുറേ പോയിന്റ്സ്. അതിൽ 2 പോയിന്റ് ആണ് ഇത് രണ്ടും. ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between the molecules present in a gas. ഒരു വെസലിനകത്ത് ഗ്യാസ് ഇരിക്കുകയാണെങ്കിൽ ആ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, ഓക്കെ, ദ വോളിയം ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ when compared to the space occupied with the gas, or when compared to the total volume of the gas, or when compared to the volume of the vessel. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയവും നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്ന 2 കാര്യങ്ങൾ, 2 അസംഷൻസ് ആണ്. ഒന്ന്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല. 2, ഓരോ മോളിക്യൂൾസിൻ്റെ വോളിയം നെഗ്ലക്ട് ചെയ്യാവുന്നതാണ്, നിസ്സാരമാണ്, തള്ളിക്കളയാവുന്ന വോളിയേ ഉള്ളൂ ഓരോ മോളിക്യൂൾസിനും. ഈ 2 അസംഷൻസ് ശരിയാകുന്ന ഗ്യാസ് മാത്രമേ ഐഡിയൽ ഗ്യാസ് ആവത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പറഞ്ഞ ഈ 2 പോയിന്റ്സ് ഒബേ ചെയ്യുമെങ്കിൽ, അതനുസരിക്കുമെങ്കിൽ, ആ ഗ്യാസസ് മാത്രമാണ് ഐഡിയൽ ഗ്യാസ്. ഇത് ഒബേ ചെയ്യാത്ത ഗ്യാസ്, ഈ 2 പോയിന്റും അനുസരിക്കാത്ത ഗ്യാസ് റിയൽ ഗ്യാസസ് ആയിരിക്കും, അല്ലെ ഐഡിയൽ ഗ്യാസ് ആയിരിക്കത്തില്ല. ചില കണ്ടീഷൻസിൽ ഈ 2 പോയിന്റ് തെറ്റാണ്. ചില കണ്ടീഷൻസിൽ ഈ 2 പോയിന്റ് തെറ്റാണ്. ഉദാഹരണം നോക്കെ, ഹൈ പ്രഷറിൽ എടുക്കുന്നു, പ്രഷർ കൂടി, ഒരു സിലിണ്ടർ, അതിലൊരു പിസ്റ്റൺ, ഇതിനകത്തൊരു ഗ്യാസ്, ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണും അതിനകത്തൊരു ഗ്യാസ്. ഞാനിതിൻ്റെ പ്രഷർ കൂട്ടുന്നു. പ്രഷർ കൂടുന്നതനുസരിച്ച് ഈ സിലിണ്ടർ താഴോട്ട് ഇങ്ങനെ വരും, പ്രഷർ കൂടുന്നതനുസരിച്ച്. അങ്ങനെ അതിൻ്റെ വോളിയം കുറഞ്ഞു ഇവിടം വരെ എത്തിയെന്ന് വെച്ചോ. സപ്പോസ് ദ പിസ്റ്റൺ റീച്ചസ് ടു ദിസ് പോയിന്റ്, ഇവിടം വരെ പിസ്റ്റണിങ് എത്തി. നോക്കേ, നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വോളിയത്തെ
ഇപ്പോൾ പ്രഷർ കൂട്ടി വോളിയം കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ വരുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് വിൽ കം ക്ലോസ് ടു ഈച്ച് അതർ. ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്ത് വരും. അങ്ങനെ വന്നാൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. അത് അട്രാക്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഗ്യാസ് നമുക്ക് ലിക്വിഡ് ആക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ഗ്യാസ് ലിക്വിഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? അത് അട്രാക്ട് ചെയ്തിട്ടാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി അവസാനം ആ ഗ്യാസ് അങ്ങ് ലിക്വിഡ് ആകുന്നു. സോ as the volume decreases, the gas molecules will attract each other. ഗ്യാസിൻ്റെ വോളിയം കുറഞ്ഞു വന്നാൽ ആ ഗ്യാസ് മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യും. ഇത് എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ട്യൂബ് എടുക്കുന്നു. ഇതൊരു ട്യൂബ്, ഇത് വേറൊരു ട്യൂബ്. 2 ട്യൂബ് എടുത്ത്, ഈ ട്യൂബ് ഏതെങ്കിലും മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ട്യൂബാണ്. സ്റ്റീൽ കൊണ്ടായാലും മതി, സ്റ്റീലോ അതുപോലെ ഏതെങ്കിലും മെറ്റൽ കൊണ്ട് 2 ട്യൂബ്. ഈ 2 ട്യൂബ് തമ്മിൽ ഞാനൊരു നോൺ കണ്ടക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ട്യൂബാണ്, 2 ട്യൂബും കൂടി നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്തെങ്കിലും ഉപയോഗിച്ച് കണക്ട് ചെയ്യും. എബണൈറ്റ് ആയാലും മതി. നമ്മുടെ ഈ ഫ്രൈയിങ് പാനിൻ്റെ പിടി, പ്രഷർ കുക്കറിൻ്റെ പിടി, അതുപോലെ എന്തെങ്കിലും സാധനം വെച്ച് ഈ 2 ട്യൂബും കൂടെ കണക്ട് ചെയ്തു. ഈ 2 ട്യൂബും തമ്മിൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ 2 ട്യൂബും തമ്മിൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. സെപ്പറേറ്റ് ചെയ്തിരിക്കുക 2 ട്യൂബും തമ്മിൽ. അപ്പോൾ നടുക്ക് 2 ട്യൂബ് നടുക്ക് അടച്ചു വെച്ചിരിക്കുകയാണ്. 2 ട്യൂബ് ആ 2 ട്യൂബിൻ്റെയും കൂടെ നടുക്ക് അടച്ചു വെച്ചിരിക്കുന്നു. ഈ സൈഡിലൊരു പിസ്റ്റൺ ഉണ്ട്. നടുക്ക് ഇതിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ ഹോൾ ഉണ്ടെന്ന് വെച്ചോ. ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ കുഞ്ഞു ഹോള്, വെരി സ്മോൾ ഹോൾ, ഒരു പിൻ ഹോള് നടുക്കുണ്ട്. നോക്കേ, 2 ട്യൂബ്, ആ ട്യൂബ് തമ്മിൽ നോൺ കണ്ടക്ടർ ഉപയോഗിച്ച്, ഇപ്പുറത്ത് ചൂടുണ്ടാകുന്ന അപ്പുറത്ത് പോകരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. നോൺ കണ്ടക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. നടുക്കൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ സെപ്പറേഷൻ നടുക്കൊരു ചെറിയ ഹോൾ, ഒരു പിൻ ഹോൾ ഉണ്ടായിരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സൈഡിലൊരു ഗ്യാസ് ഉണ്ട്. ഇവിടുന്ന് ഞാൻ പ്രഷർ കൊടുക്കുന്നു. പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്യും. പിസ്റ്റൺ മൂവ് ചെയ്യുന്ന വെച്ച് ഗ്യാസ് ഇതിലേക്ക് കൂടി ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകും. ഗ്യാസ് എസ്കേപ്പ് ചെയ്യും. ഇങ്ങനെ ഞാൻ ഈ പിസ്റ്റണിനെ മൂവ് ചെയ്യിച്ച് അങ്ങ് അറ്റം വരെ കൊണ്ടെത്തി ഗ്യാസിനെ കംപ്ലീറ്റ് അങ്ങ് എസ്കേപ്പ് ചെയ്യിച്ച്. Suppose the gas is completely escaped through the small hole, pin hole കൂടെ ഗ്യാസ് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡിൽ തൊട്ട് നോക്കി. ഈ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ, പിസ്റ്റൺ ഉള്ള സൈഡില്ല, മറ്റേ സൈഡിൽ എന്തോന്നറിയാം അനുഭവം? നല്ല തണുപ്പായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചൂടാണെങ്കിലും ആ സൈഡിൽ നല്ല തണുപ്പാണ്. എങ്ങനെയാണ് തണുപ്പ് വന്നത്? അതായത് ഈ സൈഡിൽ ഞാൻ ഹൈ പ്രഷർ കൊടുത്തപ്പോൾ ആ മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നു. ദ മോളിക്യൂൾസ് വിൽ കം ക്ലോസ് ടു ഈച്ച് അതർ. മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നിങ്ങപ്പോൾ അത് അട്രാക്റ്റ് ചെയ്തു. എന്നിട്ട് ആ ഹോളിൽ കൂടെ അത് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അത് സറൗണ്ടിങ്സിൻ്റെ ഹീറ്റ് അബ്സോർവ് ചെയ്യും. മോളിക്യൂൾസ് ഹൈ പ്രഷറിൽ അട്രാക്റ്റ് ചെയ്തു. ഹോളിൽ കൂടെ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സറൗണ്ടിങ്സിൻ്റെ ഹീറ്റ് അബ്സോർവ് ചെയ്യും. അപ്പോൾ സറൗണ്ടിങ്സിന് തണുപ്പ് അനുഭവപ്പെടും, കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. ഈ പ്രിൻസിപ്പിളിന് ഒരു പേരും വിളിക്കും. എന്താണെന്ന് പറയുക? ഇതിപ്പോൾ ഞാൻ നോക്കേ, when a gas is expanded from a high pressure to low pressure, the gas is expanded from a high pressure to low pressure or vacuum. Vacuum നല്ല തണുപ്പായിരിക്കും, വാക്വത്തിലോട്ടാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. A cooling effect is produced when a gas is expanded from a high pressure to low pressure or vacuum. A cooling effect is produced. ഒരു ഗ്യാസിന് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഗ്യാസിനൊരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. ദിസ് ഈസ് കോൾഡ് ജൂൾ-തോംസൺ ഇഫക്റ്റ്. ജൂൾ-തോംസൺ ഇഫക്റ്റ്. ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചേരെ. when a gas is expanded from high pressure to low pressure or vacuum,
ഈ ഫിഗർ ഓർമ്മയുണ്ടെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ ഹൈ പ്രഷറിൽ നിന്ന് ഒരു ഗ്യാസിനെ ഒരു ചെറിയ ഹോളിൽ കൂടെ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ഗ്യാസ് ഈസ് എക്സ്പാൻഡ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ, എ കൂളിംഗ് ഇഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദിസ് ഈസ് കോൾഡ് ജൂൾ-തോംസൺ ഇഫക്റ്റ്. ജൂൾ-തോംസൺ ഇഫക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താ മനസ്സിലായത്? ഹൈ പ്രഷറിൽ ഗ്യാസ് മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യും. ഇതാണ് ശരിക്കും റെഫ്രിജറേഷൻ്റെ പ്രിൻസിപ്പിളായി പറഞ്ഞ ജൂൾ-തോംസൺ ഇഫക്റ്റ്. റെഫ്രിജറേഷൻ്റെ പ്രിൻസിപ്പിൾ, റെഫ്രിജറേഷനകത്ത് അതായത് നമ്മുടെ വീട്ടിൽ കാണുന്ന ഫ്രിഡ്ജിനകത്ത് ഒരു കംപ്രസർ ഉണ്ടായിരിക്കും. ഈ കംപ്രസറിനകത്ത് ഗ്യാസിന് ഹൈ പ്രഷറിൽ കുറേ ചെറിയ ട്യൂബിൽ കൂടെ, നാരോ ട്യൂബിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യിക്കും. കറക്കി 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 അവസാനം ഒരു ഹോളിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യിക്കും. എക്സ്പാൻഡ് ചെയ്യുമ്പം ആ ഗ്യാസിന് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. ഈ കൂൾഡ് ഗ്യാസിനെ വീണ്ടും കംപ്രസറിൽ കൊണ്ടുവരും. വീണ്ടും അവിടെ പ്രഷർ കൊടുത്ത് വീണ്ടും ഈ കൂൾഡ് ഗ്യാസിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യിക്കും. അപ്പോൾ കൂളിംഗ് കൂടും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഫ്രിഡ്ജിനകത്ത്, റെഫ്രിജറേഷനകത്ത് തണുപ്പ് അനുഭവപ്പെടുന്നത്. ജൂൾ-തോംസൺ ഇഫക്റ്റാണ് കാരണം. അപ്പം അതിനകത്ത് നിന്നൊക്കെ മനസ്സിലായത് ഗ്യാസ് മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യും. എപ്പോഴാ? ഹൈ പ്രഷറിൽ. ഇതേപോലെ വേറൊന്ന് ലോ ടെമ്പറേച്ചർ. ഞാൻ ഇതേപോലെ തന്നെ സിലിണ്ടറും അതിനകത്ത് പിസ്റ്റണും എടുത്ത് ഒരു ഗ്യാസും എടുത്ത് ഞാനിതിൻ്റെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നു എന്ന് വെച്ചോ. ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടിരുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞു വരും. ചൗൾസ് ലാ. ടെമ്പറേച്ചറും വോളിയവും ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞു വരും. അങ്ങനെ വോളിയം കുറഞ്ഞു വരുന്നതനുസരിച്ച് ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്ത് വരും. അടുത്തടുത്ത് വന്നാൽ ആ മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യും. ഇപ്പം നോക്കേ, ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ the gas molecules will attract each other. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ അസംപ്ഷൻ തെറ്റല്ലേ? ഗ്യാസ് മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യത്തില്ല എന്ന് പറയുന്ന അസംപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമതൊന്ന് നോക്കേ. നേരത്തെ ഗ്യാസിന് ഒത്തിരി വോളിയം ഉണ്ടായിരുന്ന സമയത്ത് ഓരോ മോളിക്യൂൾസിന്റെ വോളിയം നെഗ്ലക്ട് ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഗ്യാസിന് വോളിയം വളരെ കുറയുന്ന സമയത്ത് when the volume of the gas is too small, we cannot neglect the volume of a molecule. ഒരു മോളിക്യൂളിന്റെ വോളിയം ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. We should consider the volume of a molecule. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് വോളിയവും പ്രഷറും തമ്മിൽ വരച്ചില്ലേ? ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. റിയൽ ഗ്യാസ് നമുക്ക് കുറച്ചുകൂടി ഇപ്പുറത്തുനിന്ന് കിട്ടത്തുള്ളൂ, ഇങ്ങനെ പോകത്തുള്ളൂ. റിയൽ ഗ്യാസ് ആകുമ്പോൾ ഇത് ഐഡിയൽ ഗ്യാസിൻ്റെത്, ഇത് റിയൽ ഗ്യാസിൻ്റെത്. എന്തുകൊണ്ടെങ്കിലും രണ്ട് ഗ്രാഫായി പോയത്? രണ്ടിൻ്റെയും വോളിയത്തിൽ വരുന്ന, മോളിക്യൂൾസിൻ്റെ വോളിയത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. വോളിയം കൺസിഡർ ചെയ്യണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്ത് പോയേനെ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയവും നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാക്കാൻ വേണ്ടി വേണേൽ ഒരു കാര്യം പറയാം. ഞാൻ ഒരു ചാക്ക് അരി മേടിച്ച്, ഒരു ചാക്കരി 50 കിലോയുടെ അരി മേടിച്ച് വീട്ടിൽ കൊണ്ടൊന്ന് തൂക്കി നോക്കുകയാണ്. അതിനകത്ത് 1/2 കിലോ കുറവുണ്ട്. 50 കിലോ അരി മേടിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ ഒന്ന് തൂക്കി നോക്കുക, 1/2 കിലോ കുറവുണ്ട്. പോട്ട് സാരമില്ല, 1/2 കിലോ വലിയ കുറഞ്ഞോളെന്ന് പറയും. ഞാൻ 1 കിലോ അരി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് 1 കിലോ അരി വീട്ടിൽ കൊണ്ട് തൂക്കി നോക്കുന്നത് 1/2 കിലോ കുറവുണ്ട്. അതൊരു കുറവാണ്. അപ്പോൾ നമ്മൾ വോളിയം കുറഞ്ഞപ്പോൾ അതിനകത്തുള്ളതിൻ്റെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്തു. വ്യത്യാസം മനസ്സിലാകും. ഞാൻ ഒരു 5 അരി എടുത്തുകൂടെ വെച്ച്, 5 എണ്ണം, ഒരു ചെറിയ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുമ്പോൾ 5 എണ്ണം എടുത്തുകൂടെ വെച്ച്, 5 അരി. ഇച്ചിരി കഴിഞ്ഞ് നോക്കണം, അതിനകത്ത് ഒരെണ്ണം കണ്ടില്ല. അതിൽ ഒരെണ്ണം കാണാതിരിക്കും. നമ്മൾ ഈ തറയിലെല്ലാം നോക്കും അതെവിടെ പോയെന്ന്. കണ്ട, വോളിയം കുറഞ്ഞു വന്നപ്പോൾ ആ മോളിക്യൂൾസിൻ്റെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്തു. ഗ്യാസുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വെൻ ദ വോളിയം ഡിക്രീസസ്, the volume of each molecules cannot be neglected. അപ്പോൾ ഈ രണ്ട് അസംഷൻസും തെറ്റാണ്. എപ്പോഴാണ് ഈ രണ്ട് അസംഷൻസ് തെറ്റുന്നത്? എപ്പോഴാണ് തെറ്റുന്നത്? ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, വളരെ എളുപ്പം. അതായത് ഒരു ഗ്യാസിൻ്റെ വോളിയം കുറഞ്ഞു വന്നാൽ, ഗ്യാസിൻ്റെ വോളിയം കുറഞ്ഞു വന്നാൽ ആ ഗ്യാസ്
റിയൽ ഗ്യാസ് ആയിരിക്കും. കാര്യം വോളിയം കുറവാണെങ്കിൽ ആ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യും. അത് മാത്രമല്ല, ആ മോളിക്യൂൾസിൻ്റെ വോളിയം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. സോ അറ്റ് എ ഹൈ പ്രഷർ ഓർ ലോ ടെമ്പറേച്ചർ ദ ഗ്യാസ് ഈസ് എ റിയൽ ഗ്യാസ്. അതൊരു റിയൽ ഗ്യാസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ വോളിയം വളരെ കുറഞ്ഞതുകൊണ്ട്, അതിൻ്റെ വോളിയം വളരെ കുറഞ്ഞു പോയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആകാനുള്ള കണ്ടീഷൻ എന്താ? വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ റിയൽ ഗ്യാസ് ടു ബിക്കം എൻ ഐഡിയൽ ഗ്യാസ്? വോളിയം കൂടണം. വോളിയം കൂടണമെങ്കിൽ ടെമ്പറേച്ചർ കൂടണം, പ്രഷർ കുറയണം. ലോ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും റിയൽ ഗ്യാസ് ബിക്കംസ് ഐഡിയൽ ഗ്യാസ്. At a real gas becomes ideal gas at a low pressure and high temperature. Low pressure ആകുമ്പോൾ വോളിയം കൂടും, ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ വോളിയം കൂടും. വോളിയം കൂടിയാൽ അത് ഐഡിയൽ ഗ്യാസ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഇത്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ റിയൽ ഗ്യാസ് ടു ബിക്കം ഐഡിയൽ ഗ്യാസ്? വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ റിയൽ ഗ്യാസ് ടു ബിക്കം ഐഡിയൽ ഗ്യാസ്? 4 ഓപ്ഷൻ. ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, ലോ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, ലോ ടെമ്പറേച്ചർ. പെട്ടെന്ന് നമുക്ക് എന്താണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇങ്ങനെ ഓർത്താൽ മതി, വോളിയം കൂടാനുള്ള കണ്ടീഷൻസ്. വോളിയം കൂടണമെങ്കിൽ പ്രഷർ കുറയണം, അപ്പോൾ ലോ പ്രഷർ. വോളിയം കൂടണമെങ്കിൽ ടെമ്പറേച്ചർ കൂടണം, ഹൈ ടെമ്പറേച്ചർ. സോ അറ്റ് എ ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ എ റിയൽ ഗ്യാസ് ബിക്കംസ് ഐഡിയൽ ഗ്യാസ്. ഇപ്പം ഞാൻ കോസസ് പറഞ്ഞു, എന്താണ് കാരണമെന്നും പറഞ്ഞു, ഒരു റിയൽ ഗ്യാസിന് ഐഡിയൽ ഗ്യാസ് ആക്കാനുള്ള കണ്ടീഷൻസും പറഞ്ഞു. ഓക്കെ, നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. No. മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ നമുക്ക് റിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തേയില്ല. വി കനോട്ട് യൂസ് ദ റിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പി വി ഇസിക്കൽ ടു nRT. പി വി ഇസിക്കൽ ടു nRT ഇസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നേരത്തെ വരച്ച ഗ്രാഫിൽ എന്തുകൊണ്ട് ഹൈഡ്രജൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ കൂടിക്കൂടി പോയി, എന്തുകൊണ്ട് ഹീലിയത്തിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ കൂടിക്കൂടി പോയി, എന്തുകൊണ്ട് ബാക്കി ഗ്യാസസിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ ലോ പ്രഷറിൽ കുറഞ്ഞ് ഹൈ പ്രഷറിൽ കൂടി, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഇക്വേഷന് പറ്റത്തില്ല. അതുകൊണ്ട് പല 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 ഇക്വേഷൻസും ഡിറൈവ് ചെയ്തു പല സയൻറ്റിസ്റ്റുകൾ. അങ്ങനെ പറഞ്ഞൊരു 6 ഇക്വേഷൻസിൻ്റെ പേരാണ് ഈ പറഞ്ഞേക്കുന്നത്. വേരിയൽ ഇക്വേഷൻ, വേരിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞത് VIRIAL, വേരിയൽ ഇക്വേഷൻ. ക്ലാസിസ് ഇക്വേഷൻ, വേരിയൽ ഇക്വേഷൻ, ക്ലാസിസ് ഇക്വേഷൻ. ബെർത്തിലോട്ട് ഇക്വേഷൻ, ബെർത്തിലോട്ട് ഇക്വേഷൻ. ഡിക്റ്ററസി ഇക്വേഷൻ, ഡിക്റ്ററസി ഇക്വേഷൻ. കാമർലിംഗ് ഓൺസ് ഇക്വേഷൻ, കാമർലിംഗ് ഓൺസ്, ONNES എന്ന ഓൺസ് ഇക്വേഷൻ. ഫൈനലി വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ മോഡിഫിക്കേഷൻസ് ആണ്. ഇതിൽ നമുക്ക് ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. ഏതാണ് പഠിക്കേണ്ടതെന്ന് അറിയാവോ? വാണ്ടർ വാൾസ് ഇക്വേഷൻ. വാണ്ടർ വാൾസ് ഇക്വേഷൻ. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. വാണ്ടർ വാൾസ് ഉണ്ട് നോക്കേ. ആദ്യത്തെ V സ്മോൾ v ആണ്. വാണ്ടർ വാൾസ്. വാൾസിൻ്റെ W ക്യാപിറ്റലാണ്. വാൾസിൻ്റെ സ്പെല്ലിംഗ് നോക്കേ. WAALS എന്നാണ്. WALL അല്ല, AALS, വാണ്ടർ വാൾസ്. അതായത് ശരിക്കുള്ള പേര് ജോഹന്നസ് വാണ്ടർ വാൾസ് എന്നാണ്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ജോഹന്നസ് ഡിഡറിക് വാണ്ടർ വാൾസ്. ജോഹന്നസ് ഡെഡറിക് വാണ്ടർ വാൾസ്, JD വാണ്ടർ വാൾസ്. വാണ്ടർ വാൾസിൻ്റെ ആദ്യത്തെ V സ്മോള്, W ക്യാപിറ്റൽ, വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഈ വാണ്ടർ വാൾസ് ഇക്വേഷൻ പറയുമ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ മോഡിഫിക്കേഷനാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ മോഡിഫിക്കേഷനാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് PV ഈസ് ഈക്വൽ ടു nRT. PV ഈസ് ഈക്വൽ ടു nRT ഈസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഞാൻ ഈ Pക്ക് വരും PI എന്ന് കൊടുക്കാൻ പോകുന്നു, Vക്ക് വരും VI എന്ന് കൊടുക്കാൻ പോകുന്നു.
എന്ന് പറഞ്ഞാൽ ഐഡിയൽ പ്രഷറും ഐഡിയൽ വോളിയവും. വാൻ ഡെർ വാൾസ് എന്താ ചെയ്തെന്നറിയാം? അദ്ദേഹം പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച ഈ പ്രഷറും നമ്മൾ കണ്ടുപിടിച്ച ഈ വോളിയവും തെറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത്. നമ്മളിങ്ങനെ പ്രഷർ കണ്ടുപിടിക്കുന്ന ഒരു വെസലിനകത്ത് ഗ്യാസിലിങ്ങനെ പ്രഷർ കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യും? അതിനകത്ത് എന്തെങ്കിലും ഒരു ബാരോമീറ്ററോ നാനോമീറ്ററോ എന്തെങ്കിലും ഒരു അപ്പാരറ്റസ് കണക്ട് ചെയ്ത് അതിനകത്ത് എത്ര പ്രഷർ ഉണ്ടെന്ന് നോക്കും. ആ പ്രഷറിന് നമ്മൾ പ്രഷർ എഴുതും. ഒരു വെസലിൽ ഗ്യാസ് ഇരിക്കണമെങ്കിൽ ഗ്യാസിൻ്റെ വോളിയം എങ്ങനെയാണ് നോക്കുന്നത്? ആ വെസലിൻ്റെ വോളിയം. അതേ ഗ്യാസിൻ്റെ വേറൊരു വെസൽ ഇരിക്കണമെങ്കിൽ ആ വെസലിൻ്റെ വോളിയം, അതായിരിക്കും വോളിയം. അദ്ദേഹം പറഞ്ഞാൽ തെറ്റാണ്. ആര് പറഞ്ഞു? വാൻ ഡെർ വാൾസ്. വാൻ ഡെർ വാൾസ് said that the pressure and volume measured are wrong. കാരണം നിങ്ങൾ ആ മോളിക്യൂൾസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സും ആ മോളിക്യൂൾസിൻ്റെ വോളിയവും കൺസിഡർ ചെയ്തിട്ടില്ല. എങ്ങനെ ഒരു ഗ്യാസിന് പ്രഷർ ഉണ്ടാകുന്നത്? പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ്, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നത്. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു കൊളിഷൻസ് ഓഫ് മോളിക്യൂൾസ് ഓൺ ദ വാൾസ് ഓഫ് വെസൽ. കൈനറ്റിക് തിയറി പറഞ്ഞതാണ്. ഒരു ഗ്യാസിന് എങ്ങനെ പ്രഷർ ഉണ്ടാകുന്നു? ആ മോളിക്യൂൾസ് എന്ന് വെസലിൻ്റെ ഭിത്തിയിൽ കൊളൈഡ് ചെയ്താണ് ആ ഗ്യാസിന് പ്രഷർ ഉണ്ടാകുന്നത്. അറ്റ് എ ഹൈ പ്രഷർ ഓർ ലോ ടെമ്പറേച്ചർ, ഹൈ പ്രഷറിൽ ലോ ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ വോളിയം കുറഞ്ഞ് ദ മോളിക്യൂൾസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ആ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ മോളിക്യൂൾസിന് ഒരു ഇഫക്റ്റീവ് കൊളിഷൻ ആ വെസലിൽ നടത്താൻ പറ്റിയില്ല. ദ മോളിക്യൂൾസ് cannot effectively collide on the walls of the vessel, or the pressure exerted by the gas is lower than the expected value. ആ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും പ്രഷറിൽ കൊളൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പ്രഷർ കുറവായിരിക്കും. മനസ്സിലാവുന്ന പറഞ്ഞാൽ ഒരു ഡോർ എന്ന് അടയാൻ പോകുന്നു, വലിച്ചങ്ങടച്ച് ഡോറ് പടാന്നടയണ്ടെന്ന് ചോദിച്ചു, പെട്ടെന്ന് ആ ഡോറിൻ്റെ ഹാൻഡിലിൽ കയറി പിടിച്ച്. ഹാൻഡിലിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് പുള്ളി ഇല്ലായിരുന്നെങ്കിൽ, ഹാൻഡിലിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെ ഇൻവേർഡ് പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ഡോർ നല്ല ഫോഴ്സിൽ പോയി അടഞ്ഞേനെ, അത്രയും പ്രഷർ അനുഭവപ്പെട്ടേനെ. മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അത്രയും പ്രഷർ അനുഭവപ്പെടുന്നില്ല. മോളിക്യൂൾസിൻ്റെ ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ കൺസിഡർ ചെയ്തില്ല. വാൻ ഡെർ വാൾസ് പറഞ്ഞു അതുകൊണ്ട് ഈ പ്രഷർ കിട്ടണമെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പ്രഷറിൻ്റെ കൂടെ ഒരു പ്രഷർ കറക്ഷൻ കൂടെ കൊടുക്കണം. ഞാൻ എഴുതിയ ഇക്വേഷൻ എന്താ? PI ഐഡിയൽ പ്രഷർ, P ഒബ്സർവ്ഡ് പ്രഷർ, നമുക്ക് കിട്ടുന്ന പ്രഷർ ഒരു അപ്പാരറ്റസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്, ബാരോമീറ്ററോ നാനോമീറ്ററോ ഏതെങ്കിലും അപ്പാരറ്റസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. P ഡാഷ് എന്താ? ഒരു പ്രഷർ കറക്ഷൻ. ഒരു പ്രഷർ കറക്ഷൻ, അതായത് ഞാൻ ഹാൻഡിലിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ എത്ര ഫോഴ്സിൽ ചെന്ന് ഇടിക്കുമായിരുന്നു, ആ ഞാൻ പിടിച്ച ഫോഴ്സും കൂടെ മറ്റേതിൻ്റെ കൂടെ കൂട്ടി കൊടുക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് പ്രഷർ കറക്ഷൻ ഈസ് ഫൗണ്ട് ടു ബി ആൻഡ് ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്താൽ മതി. ഡെറിവേഷൻ ഒത്തിരി ലെന്തി ഡെറിവേഷനാണ്, ഹയർ ക്ലാസ്സിൽ പഠിക്കാനേ ഉള്ളൂ, ഡിഗ്രിക്കും PGക്കും ഒക്കെ മാത്രമേ പഠിക്കാനുള്ളൂ. ദ പ്രഷർ കറക്ഷൻ ഈസ് ഫൗണ്ട് ടു ബി AN² by V². AN²/V². പ്രഷർ കറക്ഷൻ. ഇതിൽ എന്നും വി എന്താണെന്ന് നമുക്കറിയാം. എൻ എന്ന നമ്പർ ഓഫ് മോൾസ്, വി വോളിയം, എ ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പം അങ്ങനെ മനസ്സിലാക്കുക, സ്മോൾ എ ഈസ് എ കോൺസ്റ്റന്റ്. ഇത് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? PI ഈസ് ഈക്വൽ ടു P + AN²/V². അപ്പോൾ PI ഈസ് ഈക്വൽ ടു P + AN²/V². AN²/V² എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ കറക്ഷൻ. അദ്ദേഹം പറഞ്ഞു, വാൻ ഡെർ വാൾസ് പറഞ്ഞു ഒരു പ്രഷർ കറക്ഷൻ വേണം, കാര്യം ഗ്യാസ് മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യും. ഗ്യാസ് മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യുന്നത് ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദി ഗ്യാസ് ഈസ് ലോവർ ദാൻ ദി എക്സ്പെക്റ്റഡ് വാല്യൂ. ഒന്നുകൂടെ ആ സെൻറ്റൻസ് കേട്ടെ. ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദി ഗ്യാസ് ഈസ്, ഗ്യാസ് കൊടുക്കുന്ന പ്രഷർ ലോവർ ദാൻ ദി തിയററ്റിക്കൽ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ. നമ്മുടെ തിയററ്റിക്കൽ വാല്യൂവിനേക്കാളും അല്ല നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂവിനേക്കാളും ആ ഗ്യാസ് കൊടുക്കുന്ന പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടൊരു പ്രഷർ കറക്ഷൻ കൊടുക്കണം. അപ്പോൾ ഐഡിയൽ പ്രഷറിൻ്റെ വാല്യൂ ഇക്വേഷൻ കിട്ടി. ഇതേപോലെ വോളിയം
ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കൺസിഡർ ചെയ്യണ്ട എന്നാണ് കൈനറ്റിക് തിയറി പറഞ്ഞത്. ദ വോളിയം ഓഫ് മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ. അദ്ദേഹം പറഞ്ഞാൽ അത് പറ്റത്തില്ല. വാട്ടർ വാൾസ് പറഞ്ഞാൽ അത് പറ്റത്തില്ല. മോളിക്യൂൾസിന്റെ വോളിയം കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നത്? ഹൈ പ്രഷറിലോ ലോ ടെമ്പറേച്ചറിലോ വരുന്ന സമയത്ത് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് ടു സ്മോൾ. then we must consider the volume of each molecules. ഓരോ മോളിക്യൂൾസിന്റെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ എപ്പോഴും ഗ്യാസിന്റെ വോളിയം വളരെ കുറവാണെങ്കിൽ. അപ്പോൾ അത് കൺസിഡർ ചെയ്യണ്ട എന്ന രീതിയിലാക്കണമെങ്കിൽ, കൺസിഡർ ചെയ്യേണ്ടതല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പറഞ്ഞത്, ഈ വി ഐ എന്ന് പറയുന്നത്, അതായത് ഐഡിയൽ വോളിയം എന്ന് പറയുന്നതിനകത്ത് നിന്ന് ഒബ്സർവ് ചെയ്യുന്ന വോളിയത്തിൽ നിന്ന് ഒരു വോളിയം കറക്ഷൻ സബ്ട്രാക്ട് ചെയ്യണം. ഈ ഇക്വേഷനിൽ വി ഐ മീൻസ് ഐഡിയൽ വോളിയം, വി ഈസ് ദി ഒബ്സർവ്ഡ് വോളിയം, വി ഡാഷ് എന്താ വോളിയം കറക്ഷൻ. എന്തുകൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്ത്? നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടി. ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടി ഒബ്സർവ് ചെയ്ത വോളിയത്തിനകത്ത് നിന്ന് നമ്മൾ ആ വോളിയം കറക്ഷൻ സബ്ട്രാക്ട് ചെയ്തു. ശരി, വാട്ടർ വാൾസ് ഡിറൈവ്ഡ് ദ വോളിയം കറക്ഷൻ ആസ്, അതിൻ്റെ വോളിയം കറക്ഷൻ എന്ന് പറയുന്നത് എൻ ബി. എന്ന് നമുക്കറിയാം നമ്പർ മോൾസ്, ബി ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക, ബി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് തൊട്ട് മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ വി ഐ ഈസ് ഈക്വൽ ടു വി മൈനസ് എൻ ബി. അപ്പോൾ വോളിയം കറക്ഷനും കിട്ടി. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നിൽ കൊടുക്കാൻ പോകുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 and 3 ഇൻ ഇക്വേഷൻ 1 എന്ത് കിട്ടും? പി ഐക്ക് പകരം ഇവിടെ പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ. പി ഐക്ക് പകരം പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ. വി ഐക്ക് പകരം വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ആൻഡ് ദിസ് ഈസ് കോൾഡ് വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഒറ്റയടിക്ക് പറയണം, പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. അങ്ങനെ പഠിച്ചു വെച്ചേക്കണം. പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഓരോ ടൈംസ് നോക്കിയാൽ പി എന്താ പ്രഷർ, വി എന്താ വോളിയം, എൻ നമ്പർ ഓഫ് മോൾസ്, ടി ടെമ്പറേച്ചർ എന്താ കെൽവിൻ സ്കെയിൽ അല്ലെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയാം, ആർ ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇതെന്താണ്? എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ പ്രഷർ കറക്ഷൻ. എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇസ് കാൾഡ് പ്രഷർ കറക്ഷൻ ആൻഡ് എൻ ബി ഈസ് കാൾഡ് വോളിയം കറക്ഷൻ. അത് ഓർത്ത് വെച്ചേക്കുക. എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഈസ് കാൾഡ് പ്രഷർ കറക്ഷൻ. ഇതാണ് നമ്മളെ പ്രഷർ കറക്ഷൻ്റെ പ്രഷർ കറക്ഷൻ. ആൻഡ് എൻ ബി ഈസ് ദ വോളിയം കറക്ഷൻ. പ്രഷർ കറക്ഷനും വോളിയം കറക്ഷനും ആ രണ്ടും കൂടെ കൊടുത്ത് നമ്മൾ ആ ഇക്വേഷൻ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് വാണ്ടർ വാൾസ് ഇക്വേഷൻ. ഒന്നുകൂടെ പറയുന്നത്, പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഈസ് കാൾഡ് വോളിയം കറക്ഷൻ. ഇതിനകത്ത് ബിക്ക് വേറൊരു വാക്കൂടെ പറയാറുണ്ട്. ബി ഈസ് ആൾസോ കാൾഡ് കോവോളിയം. ഈ രണ്ട് കോൺസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ല, എയും ബിയും രണ്ട് കോൺസ്റ്റന്റാണ്. എ ആൻഡ് ബി ആർ കാൾഡ് 2 കോൺസ്റ്റൻസ് ആൻഡ് ദീസ് 2 കോൺസ്റ്റൻസ് ആർ കാൾഡ് വാണ്ടർ വാൾസ് കോൺസ്റ്റൻസ്. എ ആൻഡ് ബി ആർ കാൾഡ് വാണ്ടർ വാൾസ് കോൺസ്റ്റൻസ്. അതിൻ്റെ സിമ്പിൾ നോക്കിക്കോണേ, സ്മോൾ എയും സ്മോൾ, സാധാരണ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് കെ എന്നോ അതുപോലെ എന്തെങ്കിലും കൊടുക്കുന്നത്. ഇവിടെ കൊടുത്ത സിമ്പിൾ മറ്റാരും എഴുതാത്ത രീതിയിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ കൊടുത്തു, സ്മോൾ എയും സ്മോൾ ബിയും. എ ആൻഡ് ബി ആർ കാൾഡ് വാണ്ടർ വാൾസ് കോൺസ്റ്റൻസ്. The constant B is also called covolume or excluded volume. Excluded volume. കോവോളിയം അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് വിളിക്കും. അതായത് ഒരു മോളിക്യൂള് പിന്നെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നു വെച്ചോ, അല്ലെ റെസ്റ്റിലിരിക്കുന്ന, സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന, അനങ്ങാതെ ഒരു മോളിക്യൂൾ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ വോളിയം 4/3 πr³. ബട്ട് വെൻ ദ മോളിക്യൂൾ ഇസ് ഇൻ റാൻഡം മോഷൻ, ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വോളിയം ഈസ് ഫൗണ്ട് ടു ബി 4 times ഗ്രേറ്റർ ദാൻ ദി ആക്ച്വൽ വോളിയം.
ശരിക്കും ആ മോളിക്യൂളിൻ്റെ വോളിയത്തിൻ്റെ 4 ഇരട്ടി കൂടുതലായിരിക്കും അത് റാൻഡം മോഷനിലാണെങ്കിൽ. കുറേ മോളിക്യൂൾസ് നമുക്ക് വേണം ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് അടുക്കി വയ്ക്കാം. പക്ഷേ ഇത് ഓടി നടക്കുകയാണെങ്കിൽ അത്രയും മോളിക്യൂൾസിന് അടുക്കി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇഫക്റ്റീവ് വോളിയം എന്ന് പറയുന്നത് 4 ഇരട്ടി കൂടുതലായിരിക്കും. ഇതിൻ്റെ 4 ടൈംസ്. ഇതാണ് ബി എന്ന് പറയുന്നത്. The constant B is equal to 4 into 4 by 3 pi r cube. The constant B is equal to 4 into 4 by 3 pi. അതൊന്ന് ഓർത്ത് വെച്ചേരെ. The constant B is called co-volume or excluded volume, and B is equal to 4 into 4 by 3 pi r cube. നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PI VI എന്ന് എഴുതി. PIക്ക് ഐഡിയൽ പ്രഷർ എന്നും VIക്ക് ഐഡിയൽ വോളിയം എന്നും പറഞ്ഞ് എന്നിട്ടൊരു പ്രഷർ കറക്ഷൻ ആഡ് ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. PI ഈസ് ഈക്വൽ ടു P പ്ലസ് AN² ബൈ V² എന്ന് കിട്ടി. വോളിയം കറക്ഷൻ കുറച്ച് അതിൻ്റെ ഓർക്കേ പ്രഷർ കറക്ഷൻ ആഡ് ചെയ്യും, വോളിയം കറക്ഷൻ സബ്ട്രാക്ട് ചെയ്യും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. പ്രഷർ കറക്ഷൻ ആഡ് ചെയ്യും, വോളിയം കറക്ഷൻ സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ പ്രഷർ കറക്ഷൻ വോളിയം കറക്ഷൻ കൊടുത്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് എഴുതി. P പ്ലസ് AN² ബൈ V² ഇൻറ്റു V മൈനസ് NB ഈക്വൽ ടു nRT. ദിസ് ഈസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, സോറി വാണ്ടർ വാൾസ് ഇക്വേഷൻ. AN² ബൈ V² is the pressure correction and NB is the volume correction. A and B are called van der Waals constants. The constant B is also called co-volume or excluded volume, and its equation is 4 into 4 by 3 pi r cube. Okay. Now the significance and units of van der Waals constants. The significance and units of van der Waals constants. Significance എന്താണ്? The constant A, നമുക്ക് 2 കോൺസ്റ്റന്റ് ആണേ ഉള്ളത്. ഈ 2 കോൺസ്റ്റന്റ് ഉള്ളത് വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ 2 കോൺസ്റ്റന്റ് ഉള്ളത്, എയും ബിയും. The constant A is a measure of attraction between the molecules. The constant A is a measure of attraction between the molecules. ആ മോളിക്യൂൾസ് നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്, ഒരു ടേം ആണ് ദ കോൺസ്റ്റന്റ് എ. ദ കോൺസ്റ്റന്റ് എ ഈസ് എ മെഷർ ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്. ദ കോൺസ്റ്റന്റ് എ ഈസ് എ മെഷർ ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ആ മോളിക്യൂൾസ് ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് എ എന്ന് പറയുന്നത്. അതാണ് എൻ്റെ സിഗ്നിഫിക്കൻസ്. സോ ആസ് ദ വാല്യൂ ഓഫ് എ ഇൻക്രീസസ്, എയുടെ വാല്യൂ കൂടി വന്നാൽ എന്താ? ദ അട്രാക്ഷൻ ഇൻക്രീസസ് and the gas can be easily liquefied. എയുടെ വാല്യൂ കൂടി വരികയാണെങ്കിൽ ആ ഗ്യാസ് നമുക്ക് പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റും. മനസ്സിലായ? ഞാനൊരു 4 ഗ്യാസ് ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ, വേറൊരു ഗ്യാസ് നൈട്രജൻ, പിന്നെ ഇതെടുക്കാം അമോണിയ, പിന്നെ മീഥെയിൻ. 4 ഗ്യാസ് എടുത്ത് ഓക്സിജനും നൈട്രജനും അമോണിയയും മീഥേനും. ഇതിൻ്റെ എ വാല്യൂ പറയാൻ പോകുന്നത്. എ എന്ന് പറഞ്ഞാൽ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഒരു ഗ്യാസിൻ്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗ്യാസ്. ഓക്സിജൻ്റെ വാല്യൂ 1.36, നൈട്രജൻ്റെ വാല്യൂ 1.39, അമോണിയയുടെ വാല്യൂ 4.17, മീഥേൻ്റെ വാല്യൂ 3.70. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ഞാൻ ആ വാല്യൂ 4 ഗ്യാസിൻ്റെ എഴുതി. ഓക്സിജൻ, നൈട്രജൻ, അമോണിയ, മീഥേൻ. ചോദ്യം ഇതാണ്, ഈ 4 ഗ്യാസിൽ ഏത് ഗ്യാസിനെ പെട്ടെന്ന് ലിക്വിഡ് ആക്കാം? ഏതായിരിക്കും? ഈ വാല്യൂ നോക്കിയാൽ മതി. ഏ വാല്യൂ ഇത് 4.17 is the highest value among these. So ammonia can be easily liquefied. ഈ 4 ഗ്യാസിൽ ഏറ്റവും പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്നത് അമോണിയ ആയിരിക്കും. അപ്പോൾ ഇതാണ് the constant A is a measure of attraction between the molecules. As the value of A increases, the gas can be easily liquefied. പെട്ടെന്ന് ആ ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ പറ്റും. എയുടെ യൂണിറ്റും കൂടെ പഠിക്കണം. ദ യൂണിറ്റ്, എയുടെ യൂണിറ്റ് പ്രഷർ കറക്ഷനകത്താണ് ഇത് കിട്ടിയത്. പ്രഷർ കറക്ഷൻ ഈസ് ഈക്വൽ ടു AN² ബൈ V². ഇതാണ് പ്രഷർ കറക്ഷൻ. അപ്പോൾ ഇതിനകത്ത് A ഈസ് ഈക്വൽ ടു P ഡാഷ് പ്രഷർ കറക്ഷൻ.
V square divided by N square. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? പ്രഷറിൻ്റെ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ, വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ അതിൻ്റെ സ്ക്വയർ, നമ്പർ ഓഫ് മോൾസിൻ്റെ യൂണിറ്റ് മോൾ റേസ്ഡ് ടു -2. So the unit of A is atmosphere liter square mole raised to -2. അറ്റ്മോസ്ഫിയറിന് ബാർ എന്നും പറയാം കേട്ടോ, ചില പ്രഷർ ബാറിലും പറയും, അറ്റ്മോസ്ഫിയറിലോ ബാറിലോ, ഈ രണ്ട് യൂണിറ്റിലാണ് പറയുന്നത്. So the unit of A is atmosphere liter square per mole square or bar liter square per mole square, അല്ലെ mole raised to -2. എന്തെല്ലാം ഞാൻ പറഞ്ഞു? The constant A is a measure of attraction between the molecules. As the value of A increases, the gas can be easily liquefied. പെട്ടെന്ന് ആ ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ പറ്റും. The unit of A is atmosphere liter square mole raised to -2. ഇതേപോലെ ബി രണ്ടാമത്തെ യൂണിറ്റ് വാണ്ടർവാൾസ് കോൺസ്റ്റന്റ്, രണ്ടാമത്തെ വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് ആയിരുന്നു ബി. രണ്ട് കോൺസ്റ്റന്റ് ഉള്ള എയും ബിയും. ബി ഈസ് എ മെഷർ ഓഫ് വോളിയം ഓഫ് മോളിക്യൂൾസ്. മെഷർ ഓഫ് വോളിയം ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂൾസിന്റെ വോളിയത്തിന്റെ മെഷർമെന്റ് ആണ്. ബി ഈസ് എ മെഷർ ഓഫ് വോളിയം ഓഫ് മോളിക്യൂൾസ്. ബി ഈസ് എ മെഷർ ഓഫ് വോളിയം ഓഫ് മോളിക്യൂൾസ്. ആ ബിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. ബി ഈസ് ആൾസോ നോൺ ആസ് കോ വോളിയം ഓർ എക്സ്ക്ലൂഡഡ് വോളിയം 4 × 4/3 πr³. ബി ഈസ് എ മെഷർ ഓഫ് വോളിയം ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ആസ് ദ മോളിക്കുലർ മാസ് ഇൻക്രീസസ്, ബി ഇൻക്രീസസ്. ഗ്യാസിന്റെ മോളിക്കുലർ മാസ് കൂടിക്കൂടി വരികയാണെങ്കിൽ ആ ഗ്യാസിന്റെ ബി വാല്യൂ കൂടിക്കൂടി വരും. ആസ് ദ മോളിക്കുലർ മാസ് ഇൻക്രീസസ്, ബി വാല്യൂ ഇൻക്രീസസ്. ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വിത്തിൻ ദ റേഞ്ച് 10⁻⁻⁴നും 10⁻⁻²നും ഇടയ്ക്കായിരിക്കും വാല്യൂ. ഇതിനിടയ്ക്കാണ് ആ വാല്യൂ വരുന്നത്. ബിയുടെ വാല്യൂ വളരെ കുറവ്, വളരെ നെഗ്ലിജിബിളി ലോ വാല്യൂ, സ്മോൾ വാല്യൂ, നെഗ്ലിജിബിളി. ഇപ്പോൾ ഓക്സിജൻ നേരത്തെ പറഞ്ഞു, ഓക്സിജൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0319, ഇത്രയേ ഉള്ളൂ. എല്ലാ ഗ്യാസിൻ്റെ ഈ റേഞ്ചിലൊക്കെയാണ്. 0.0 ആയ മിക്ക ഗ്യാസിൻ്റെ എന്തായാലും ഒന്നിനേക്കാൾ കൂടിയ ഒറ്റ ഗ്യാസും ഇല്ല. ബി വാല്യൂ ഒന്നിനേക്കാൾ കൂടുതൽ വരുന്ന ഒരു ഒറ്റ ഗ്യാസും ഇല്ല. എല്ലാത്തിൻ്റെ വാല്യൂ ഒന്നിനേക്കാൾ കുറവായിരിക്കും. 90% 0.0 കഴിഞ്ഞ വാല്യൂ വരത്തുള്ളൂ. അത്ര നെഗ്ലിജിബിളി സ്മോൾ വാല്യൂ ആണ്. വോളിയം അല്ലേ, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം അല്ലേ, അതുകൊണ്ട് അത്രയും കുറഞ്ഞ വാല്യൂ. ബിയുടെ യൂണിറ്റ് കൂടെ പറയാം. ബി എവിടെ നിന്ന് കിട്ടിയ? വോളിയം കറക്ഷൻ നിന്ന് കിട്ടിയതാണ്. വോളിയം കറക്ഷൻ ഈസ് ഈക്വൽ ടു NB. വോളിയം കറക്ഷൻ ഈസ് ഈക്വൽ ടു N × B. ഓക്കെ, N × B. ഇതിനകത്ത് നിന്ന് ബി ഈസ് ഈക്വൽ ടു V dash ഡിവൈഡഡ് ബൈ N. V dash ബൈ N. അപ്പോൾ ഇനി യൂണിറ്റ് എന്താ പറയാം? വി എന്ന വോളിയം ആണല്ലോ, വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ, നമ്പർ ഓഫ് മോൾസ് മോൾ റേസ്ഡ് -1. ലിറ്റർ പെർ മോൾ അല്ലെ ലിറ്റർ മോൾ റേസ്ഡ് -1 ഈസ് ദ യൂണിറ്റ് ഓഫ് ബി. ഇപ്പോൾ വാണ്ടർവാൾസ് കോൺസ്റ്റൻസ് രണ്ടെണ്ണം, എയും ബിയും. എയുടെ സിഗ്നിഫിക്കൻസും അതിൻ്റെ യൂണിറ്റും പറഞ്ഞ്, ബിയുടെ സിഗ്നിഫിക്കൻസും അതിൻ്റെ യൂണിറ്റും പറഞ്ഞു. നൗ we will go to different conditions. Van der Waals equation at different conditions. പല കണ്ടീഷൻസിൽ നമുക്ക് ഈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമുക്ക് എഴുതാം. We may write the van der Waals equation in different conditions. We will write the van der Waals equation in different conditions. നോക്കാം. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഒരിക്കൽ കൂടെ എഴുതാൻ പോകുന്നു. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ P plus A n square by V square into V minus N B is equal to nRT. കാണാതെ പഠിച്ചോണേ, നല്ലതുപോലെ പഠിക്കണം. എപ്പോഴും ചോദിക്കുന്നത് വാൻ ഡെർ വാൾസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എപ്പോഴും ചോദിക്കും. P plus A n square by V square into V minus N B is equal to nRT. Suppose at a low pressure, pressure വളരെ കുറവാണെന്ന് വെച്ചോ, very low pressure. When the pressure is very low, the volume of the gas is high.
ഗ്യാസിൻ്റെ വോളിയം വളരെ കൂടുതലാണ്. ഗ്യാസിൻ്റെ വോളിയം കൂടുതലാണെങ്കിൽ വി മേ നെഗ്ലക്ട് ദ വോളിയം കറക്ഷൻ. വോളിയം കറക്ഷന് നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. വോളിയം കറക്ഷൻ മേ ബി നെഗ്ലക്റ്റഡ്. ആ വോളിയം കറക്ഷൻ അങ്ങ് നെഗ്ലക്ട് ചെയ്യാം. ബിയുടെ വാല്യൂ ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിൻ്റെ 0.0 സംതിങ് ആണ്. അപ്പോൾ ഈ നമ്പർ ബോൾസ് 1, 2, 3, 4 ഒക്കെ ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും 0.0 സംതിങ് ആയിരിക്കും. വോളിയം ഒത്തിരി കൂടുതലാണ്. അതിനകത്ത് ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ വളരെ വലുതായിരിക്കും. അപ്പോൾ വോളിയം കറക്ഷൻ വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. സോ അറ്റ് എ ലോ പ്രഷർ ദ വോളിയം കറക്ഷൻ മേ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും നോക്കേ? പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി എൻ ബി കളഞ്ഞു. അപ്പോൾ വി മൈനസ് എൻ ബി എന്നുള്ളതിന് പകരം എന്ത് എഴുതി? വി എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാൻ പോകുന്നു. പി വി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി, ഓരോ വി ക്യാൻസൽ ആയിപ്പോയി, ഈസ് ഈക്വൽ ടു എൻ ആർ ടി. അല്ലെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി, ഇതിനെ അപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ. നോക്കേ, ലോ പ്രഷറിൽ പി വി സിക്കൽ ടു എൻ ആർ ടി അല്ല. ഇക്വേഷൻ്റെ പ്രശ്നം കണ്ട, ഇത്രയാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി സിക്കൽ ടു എൻ ആർ ടി ഇസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. വാണ്ടർ വാൾസ് പറഞ്ഞ് വെരി ലോ പ്രഷറിലാണെങ്കിൽ, അറ്റ് എ ലോ പ്രഷറിലാണ് എ ഫാക്ടർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം എൻ ആർ ടി. എൻ ആർ ടിക്കകത്ത് ഒരു ഫാക്ടർ സബ്ട്രാക്ട് ചെയ്യണം. സോ ദ ഇക്വേഷൻ ഈസ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി മൈനസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ. ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഈ രണ്ട് സൈഡ് എൻ ആർ ടി ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. പി വി ബൈ എൻ ആർ ടി ഈസ് ഈക്വൽ ടു, ഇതിനെ എൻ ആർ ടി ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ്, ഇവിടെ താഴെ എൻ ആർ ടി വരുമ്പോൾ എന്തോ വരും? എൻ ആർ ടി വരും, ഓരോ എൻ ക്യാൻസൽ ആയി പോകും. എ എൻ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ആർ ടി. പി വി ബൈ എൻ ആർ ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഇസഡ്, compressibility factor. PV divided by nRT is called the compressibility factor. Compressibility factor is 1 minus a factor. 1 minus a factor. And then the compressibility factor is less than 1. നമ്മളിലെ ഗ്രാഫിലെ, നമ്മൾ ഈ വരച്ച ഈ ഗ്രാഫിനകത്ത് പ്രഷർ along the x axis, compressibility factor along the y axis. ഇത് ഐഡിയൽ ഗ്യാസിൻ്റെ ഇത്. സാധാരണ ഗ്യാസുകളുടെ എല്ലാം വരയ്ക്കുമ്പം ഇങ്ങനെ കുറഞ്ഞിട്ടാണ് അത് കൂടിപ്പോകുന്നത്. കാർബൺ മോണോക്സൈഡ്, മീഥേൻ, ഏത് ഗ്യാസ് വന്നാലും ഈ രീതിയിലാണ് നമുക്ക് കംപ്രസിബിലിറ്റി ഫാക്ടർ പ്രഷർ നമ്മളുടെ ഗ്രാഫ് കിട്ടുന്നത്. ലോ പ്രഷറിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് ലെസ് ദാൻ 1. സോ വി മേ എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ് യൂസിങ് ദ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഉപയോഗിച്ച് റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേരെ. ലോ പ്രഷറിൽ ഇസഡ് ഈസ് ഈക്വൽ ടു, ലോ പ്രഷറിൽ ഇസഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ എൻ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആർ ടി. ഇസഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ എൻ ഡിവൈഡ് ബൈ വി സ്ക്വയർ ആർ ടി. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി മൈനസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ. ഇതേത് കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞത്? ലോ പ്രഷറിൽ, അറ്റ് എ ലോ പ്രഷർ. നൗ ഹൈ പ്രഷർ ആയിട്ട് കാണുന്നത്, അറ്റ് എ ഹൈ പ്രഷർ, അറ്റ് എ ഹൈ പ്രഷർ. ഹൈ പ്രഷർ ആകുമ്പോൾ എന്താണ്? പ്രഷർ കറക്ഷൻ നെഗ്ലക്ട് ചെയ്യുക. കാര്യം പ്രഷറിന്റെ വാല്യൂ വളരെ കൂടുതലാണ്. പ്രഷറിന്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ ഹൈ പ്രഷർ, അപ്പോൾ വോളിയം കുറയും. അപ്പോൾ വോളിയം കറക്ഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രഷർ കറക്ഷൻ നെഗ്ലക്ട് ചെയ്യാം. അപ്പം വാൻ ഡെർ വാൾസ് ഇക്വേഷനിലെ പ്രഷർ കറക്ഷൻ നെഗ്ലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ അങ്ങ് കളഞ്ഞ് ഇൻറ്റു വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. പി ഇൻറ്റു വി മൈനസ് എൻ ബി പ്രഷർ കറക്ഷൻ എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്നുള്ളത് കളഞ്ഞു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാൻ പോകുന്നു. പി വി മൈനസ് പി എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. പി വി ഈസ് ഈക്വൽ ടു
nRT plus PNB. PB is equal to nRT plus PNB. Okay? PV is not equal to nRT plus a value. ഒരു വാല്യൂ കൂടെ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ആകുമ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് ആ റിയൽ ഗ്യാസിൻ്റെ ഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷൻ ചോദിച്ചാൽ ഇവിടെ ഞാൻ nRT കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് സൈഡും. PV ഡിവൈഡഡ് ബൈ nRT ഈസ് ഈക്വൽ ടു ഇതിനെ nRT കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് PNB ഡിവൈഡഡ് ബൈ nRT ആകുമ്പോൾ n കളയാവില്ല അല്ലേ RT. PB ഡിവൈഡ് ബൈ RT. PV by nRT is equal to 1 plus PB. അതായത് ഇത് നമുക്ക് Z എന്ന് കൊടുക്കാം. കംപ്രസിബിലിറ്റി ഫാക്ടർ 1 പ്ലസ് ഗ്രേറ്റർ ദാൻ 1. ഇപ്പോൾ ലോ പ്രഷറിലും ഹൈ പ്രഷറിലും വാണ്ടർ വാൾസ് ഇക്വേഷൻ്റെ ഫോം പറഞ്ഞു. ലോ പ്രഷറിലും ഹൈ പ്രഷർ ആകുമ്പോൾ Z ഈസ് ഈക്വൽ ടു 1 പ്ലസ് PB ബൈ RT. ഇതാണ് ഹൈ പ്രഷർ ഇക്വേഷൻ. നേരത്തെ ലോ പ്രഷർ ഇക്വേഷനും പറഞ്ഞു. സോ വാണ്ടർ വാൾസ് ഇക്വേഷൻ്റെ ഹൈ പ്രഷർ ഈസ് വാണ്ടർ വാൾസ് ഇക്വേഷൻ്റെ ലോ പ്രഷർ ഈസ് അല്ലെ കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ഹൈ പ്രഷർ ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ ലോ പ്രഷർ ഈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ വാണ്ടർ വാൾസ് ഇക്വേഷൻ പെട്ടെന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഗ്യാസിനും ഹീലിയം ഗ്യാസിനും ആ ഗ്രാഫ് ഇങ്ങനെ കൂടുന്നത്? ബാക്കി എല്ലാ ഗ്യാസിനും കുറഞ്ഞിട്ടാണ് കൂടുന്നത്. ഹൈഡ്രജൻ ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാസിനും ദ കംപ്രസിബിലിറ്റി ഫാക്ടർ ഫസ്റ്റ് ഡിക്രീസസ് ആൻഡ് ദെൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് കംപ്രസിബിലിറ്റി ഫാക്ടർ കുറയുന്നു, പിന്നെ കൂടുന്നു. പക്ഷേ ഹൈഡ്രജനും ഹീലിയത്തിനും മാത്രം കംപ്രസിബിലിറ്റി ഫാക്ടർ കണ്ടിന്യൂസ് ആയിട്ട് കൂടി. അതിന് കാരണം പറയാം, ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആർ ദ സ്മോളസ്റ്റ് ഗ്യാസസ്, ആർ ദ ഫസ്റ്റ് ടു ഗ്യാസസ്. Their molecules are too small to attract each other. ഹൈഡ്രജൻ ഹീലിയം ആദ്യത്തെ രണ്ട് ഗ്യാസാണ്. ആ മോളിക്യൂൾസ് ഹൈഡ്രജൻ ഗ്യാസിൻ്റെയും ഹീലിയം ഗ്യാസിൻ്റെയും മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യത്തതേയില്ല. Molecules do not attract each other. The molecules hydrogen and helium do not attract each other. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഗ്യാസിനെയും ഹീലിയം ഗ്യാസിനെയൊക്കെ ലിക്വിഡ് ആക്കാൻ ഭയങ്കര പാടാണ്. ടെമ്പറേച്ചർ കുറച്ച് വെരി ലോ ടെമ്പറേച്ചറിൽ മാത്രമേ ഹൈഡ്രജൻ ഗ്യാസിനെയും ഹീലിയം ഗ്യാസിനെയും ലിക്വിഡ് ആക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമോ ഹൈ പ്രഷർ കൊടുത്തെങ്കിൽ മാത്രമേ ഹൈഡ്രജൻ ഹീലിയം ലിക്വിഡ് ആക്കാൻ പറ്റത്തുള്ളൂ. ഹൈഡ്രജൻ ഫ്യൂവൽസിൻ്റെ ഒരു പ്രത്യേകത പ്രശ്നം അതാണ്. ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ലിക്വിഡ് ഹൈഡ്രജൻ കിട്ടത്തുള്ളൂ. ലിക്വിഡ് ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫ്യൂവലായിട്ട് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജനും ഹീലിയവും അട്രാക്ട് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഡു നോട്ട് അട്രാക്ട് ഈച്ച് അതർ, ദെൻ ദർ ഈസ് നോ നീഡ് ഓഫ് പ്രഷർ കറക്ഷൻ. പ്രഷർ കറക്ഷൻ ഈസ് arised or obtained from the concept that the molecules will attract each other. ഈ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യും എന്ന കൺസെപ്റ്റിനകത്താണ് ആ പ്രഷർ കറക്ഷൻ ഉണ്ടാക്കിയെടുത്തത്. മോളിക്യൂൾസുമേ അട്രാക്ട് ചെയ്യത്തില്ലേ, പ്രഷർ കറക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ പ്രഷർ കറക്ഷൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ ലോ പ്രഷറിൻ്റെ കേസ്, ഹൈ പ്രഷറിൻ്റെ കേസ് വന്നതുപോലെ പ്രഷർ കറക്ഷൻ ഇല്ലാതെ P × V - NB = nRT എന്ന് വരും. PV - PNB = nRT എന്ന് കിട്ടും. ഇപ്പം ലാസ്റ്റ് പറഞ്ഞതുപോലെ P ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ Z ഈസ് ഗ്രേറ്റർ ദാൻ 1 കിട്ടത്തുള്ളൂ. ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ കേസ് ലാസ്റ്റ് ഇപ്പോൾ ഹൈ പ്രഷറിൽ ഡിറൈവ് ചെയ്തില്ലേ, ഹൈ പ്രഷറിൽ അത് തന്നെ. അതായത് Z ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. അറ്റ് എ ലോ പ്രഷർ ഓർ അറ്റ് എ ഹൈ പ്രഷർ ദ PV കണ്ടിന്യൂസ്ലി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ കൂടി പോകുന്നതനുസരിച്ച് അതിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ കണ്ടിന്യൂസ് ആയിട്ട് കൂടി പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ കേസിൽ. അതിന് മാത്രം കുറയത്തില്ല. ഇനി ഒരു കണ്ടീഷൻ കൂടെ പറയാം. ഹൈ ടെമ്പറേച്ചറിലാണെന്ന് വെച്ചോ, ഹൈ ടെമ്പറേച്ചർ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ അതിന് പ്രഷറും കൂടുതലായിരിക്കാം, വോളിയവും കൂടുതലായിരിക്കാം. പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, വോളിയവും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ.
അപ്പോൾ പ്രഷർ കൂടുകയാണെങ്കിൽ പ്രഷർ കറക്ഷൻ കളയാം, വോളിയം കൂടുകയാണെങ്കിൽ വോളിയം കറക്ഷൻ കളയാം. അപ്പോൾ പ്രഷർ കറക്ഷനും വേണ്ട, വോളിയം കറക്ഷനും വേണ്ട. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടും? പി വി ഈസ് ഈക്വൽ ടു NRT. വാണ്ടർവാൾസ് ഇക്വേഷനിൽ നിന്ന് ഇതാണ്ട് ഈ ഇക്വേഷനിൽ നിന്ന് പ്രഷർ കറക്ഷനെയും കളയാം, വോളിയം കറക്ഷനെയും കളയാം. അത് രണ്ട് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു NRT. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ the gas behaves like a ideal gas and the equation is PV is equal to NRT. മനസ്സിലായോ?